നമസ്കാരം. ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. അശ്വതി നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിൽ വ്യാഴമാറ്റം ഇപ്പം നമുക്ക് ഒക്ടോബർ 18 ഉണ്ടായിട്ടുണ്ട്. മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്കാണ് വ്യാഴപ്പകർച്ച വന്നത്. ഇപ്പം ഡിസംബർ 4 രാത്രി വ്യാഴം തിരിച്ച് നമുക്ക് വക്രത്തിലേക്ക് വന്ന് ക്രയത്തിലേക്ക്, അത് തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് പോകുന്നുണ്ട്. രാഹു കുംഭൻ രാശി നമുക്ക് നിൽക്കുന്നുണ്ട്. കേതു അതിൻ്റെ 7ാം രാശിയായിട്ടുള്ള ചിങ്ങൻ രാശിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ ഗ്രഹങ്ങളും നിൽക്കുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർഷഫലം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ 100% വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകമായിട്ട് നല്ലൊരു ജ്യോതിഷനെ സമീപിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ നേരത്തെ ചെയ്ത വർഷഫലങ്ങൾ ഒക്കെ വളരെ ആൾക്കാർക്ക് ഫലവത്തായിട്ട് വന്നെന്ന് പറയുകയുണ്ടായി. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലത്തിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് കുതിരയുടെ മുഖം പോലെ കാണപ്പെടുന്ന നക്ഷത്രക്കൂട്ടമാണ് അശ്വതി നക്ഷത്രമായിട്ട് പറയപ്പെടുന്നത്. അശ്വതി നക്ഷത്രത്തിൽ നമുക്ക് ഈ വർഷം ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥ നമുക്ക് പറയാം. ഇവർക്ക് പറയുമ്പം ഏഴശനിയാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇവർക്ക് വ്യാഴം അനുകൂല സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. വ്യാഴം അനുകൂല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ പകുതി കാര്യങ്ങൾ ശരിയായെന്നാണ് പറയപ്പെടുന്നത്. ഇവർക്ക് കിട്ടാത്ത ഭാഗ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അനുഭവ യോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയാം. വിവാഹം കഴിച്ച് അനേകാലം സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാവാം. അതുപോലെ വിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് നല്ലൊരു കാലമായിട്ട് പറയാവുന്നതാണ്. ജോലിയുള്ളവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർക്ക് ശുഭകാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാലും അത് പെട്ടെന്ന് നടക്കുന്നൊരവസ്ഥ ഇവർക്ക് കാണാനാവും. ഉദ്യോഗത്തിൽ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഇവർക്ക് പ്രായണ വർഷമധ്യത്തിൽ ഉണ്ടാവുമെങ്കിലും വർഷാന്ത്യത്തിൽ വളരെ ഗുണകരമായിട്ടാണ് ഇവർക്ക് പറയുന്നത്. ഇവർക്ക് ബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. സഹായികൾക്ക് വളരെ ഗുണകരമായിട്ട് പറയാവുന്നൊരവസ്ഥയാണ് കാണുന്നത്. ഗുരു, മാതാവ്, പിതാവ് എന്നിവർക്ക് രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാകുന്നൊരവസ്ഥ പറയുന്നുണ്ട്. അതുപോലെ അവൻ്റെ സമയം അനുസരിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ പങ്കാളിക്കും ജോലി ഒക്കെ ലഭിക്കുന്നൊരു സമയമായിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ കൃഷി, വ്യവസായം മുതലായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ലാഭം കൂടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. മേലധികാരിൽ നിന്നും അനുമോദനങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ഈ സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ലോണോ ഒക്കെ എടുക്കാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. പുണ്യക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. സന്താനത്തിൻ്റെ കാര്യങ്ങൾ ഓർത്ത് കുറച്ച് മനസ്സ് വിഷമിക്കുന്ന അവസ്ഥ വർഷമധ്യത്തിൽ ഇവർക്ക് കാണുന്നുണ്ട്. എങ്കിലും പ്രായണ എല്ലാ കാര്യങ്ങളും വിഘ്നങ്ങളൊക്കെ ഒഴിവായിട്ട് മുന്നോട്ട് പോകുന്ന വർഷമായിട്ട് ഇവർക്ക് 2026 പറയാവുന്നതാണ്. യാത്രകൾ ധാരാളം ചെയ്യുന്ന ഒരവസ്ഥകൾ പറയാനാവുന്നുണ്ട്. സഹോദരൻ്റെ കാര്യത്തിനായിട്ട്, സഹോദരിയുടെ എന്തെങ്കിലും കാര്യത്തിനായിട്ടൊക്കെ പണം കുറച്ച് ചിലവഴിക്കുന്ന അവസ്ഥ ഇവർക്ക് കാണുന്നുണ്ട്. ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഭൂമി അല്ലെങ്കിൽ വീട് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. സഹകരണ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കായാലും നല്ലൊരു സമയമായിട്ട് പറയാവുന്നതാണ്. ഭരണി നക്ഷത്രത്തിന് അടുപ്പ് പോലെ കാണപ്പെടുന്ന 3 നക്ഷത്രങ്ങൾ ചേർന്ന ഒരു സമൂഹമായിട്ടാണ് ഭരണി നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. ഇവർക്ക് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. ഇവർക്ക് ശിവനെ പ്രാർത്ഥിക്കുക, പഞ്ചാക്ഷരം ജപിക്കുന്നതൊക്കെ വളരെ ഗുണകരമായിട്ട് ഈ ഒരു വർഷം പറയപ്പെടുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അഡീഷണൽ ചാർജുകൾ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് അടയ്ക്കേണ്ട ഒരവസ്ഥ കാണുന്നുണ്ട്. സഹോദരനും സഹോദരിക്കൊക്കെ വളരെ ഗുണകരമായിട്ട് പറയാവുന്ന അവസ്ഥയാണ്. വർഷം മധ്യത്തിൽ ഉദരസംബന്ധമായ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗൃഹാന്തരീക്ഷം പൊതുവെ ശുഭകരമായിട്ട് തന്നെ പറയാം. പുത്രനെ അല്ലെ പുത്രിക്കൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നൊരു സമയമായിട്ട് പറയാം. ഭൂമിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആദായങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം. ഈ ലോട്ടറി, ചിട്ടി മുതലായ ഭാഗ്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് നിൽക്കുന്നതിൽ നിന്നൊക്കെ തലയുരാനൊക്കെ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. തർക്കത്തിൽ ഉള്ള ഭൂമിയൊക്കെ വിറ്റ് ഇവർക്ക് ധനം നേടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. പുതിയ ജോലി പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും ഈ 2026 ഗുണകരമായിട്ട് പറയുന്നുണ്ട്. കിട്ടാക്കടങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. മുമ്പത്തെക്കാളും കുറച്ച് പണം കൂടുതൽ ചെലവഴിക്കുന്ന വർഷമായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ പറയാവുന്നതാണ്. അതിലൊക്കെ ഒരു കുറച്ച് മിതത്വം പാലിക്കേണ്ടതാണ്. പുതിയ ബിസിനസ് ആരംഭിക്കാനിടയുണ്ട്. അതിലൊന്നും പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഭൂമി വിൽക്കാനുള്ളവർക്ക് അത് നല്ല വിലയ്ക്ക് വിൽക്കാൻ ഇവർക്ക് വർഷാന്ത്യത്തിൽ സാധിക്കുന്നതായിരിക്കും. നികുതി സംബന്ധമായിട്ടുള്ള ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഭാര്യ വീട്ടുകാരുമായിട്ട് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട അവസ്ഥ വർഷം മധ്യത്തിൽ ഇവർക്ക് കാണുന്നുണ്ട്. പണം കൂടുതൽ ചിലവാകുന്ന ടെൻഷൻ ഇവർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് അതെന്തെങ്കിലും നിയന്ത്രിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. വ്യാപാര രംഗത്ത് നിൽക്കുന്നവർ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ആ വിനോദ രംഗത്ത് നിൽക്കുന്നവർക്കും നല്ലൊരു സമയമായിട്ട് പറയാവുന്നതാണ്.
സിനിമ സീരിയൽ മേഖലയൊക്കെ നിൽക്കുന്ന ഭരണി നക്ഷത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങളും ബഹുമതികളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പൂർവികമായ സ്വത്തുക്കൾ കൈവന്നു ചേരാനുള്ള സാധ്യതയൊക്കെ ഇവർക്ക് കാണുന്നുണ്ട്. രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ചെയ്തു വരുന്ന പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരുന്നൊരവസ്ഥ ഇവർക്ക് വർഷം മധ്യം കഴിഞ്ഞതിന് ശേഷം കാണുന്നുണ്ട്. അതുപോലെ സഹപ്രവർത്തകരുടെ ഒരു ചെറിയ ഭിന്നതയുണ്ടാവാം. ആ ഒരു ഭിന്നതയൊന്നുമില്ല, മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക കീർത്തി കേൾക്കുമെന്ന് പറയുന്നത് പോലെ കീർത്തി കേൾക്കുന്നൊരു വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. കാർത്തിക നക്ഷത്രം 2 കൂറിലുണ്ട്. നമുക്ക് മേടക്കൂറിലും ഇടവക്കൂറിലും ഉണ്ട്. 2 കൂറിൻ്റെ ഫലങ്ങൾ നമ്മൾ സംയോജിപ്പിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കൈവെട്ടത് പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങൾ ഒരു കൂട്ടമായിട്ടാണ് കാർത്തിക നക്ഷത്രത്തിന് നമ്മൾ പറയപ്പെടുന്നത്. ഇവർക്ക് 2026 സമ്മിശ്ര ഫലമായിട്ടാണ് പറയപ്പെടുന്നത്. ഭൂമിയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ഊഹക്കച്ചവടത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ള അവസ്ഥ പറയാനുണ്ട്. മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ അവർ കുടുംബത്തിൽ നടക്കുന്നതായിരിക്കും. വിദേശത്തുള്ളവർക്ക് നാട്ടിലൊന്ന് വന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം പങ്കാളിയായിട്ടുണ്ടാകും. അതൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അത് യാത്രകൾ അതുപോലെ ഒന്ന് കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. ഇവർ സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വർഷം മധ്യത്തിൽ കുറച്ച് കാണുന്നുണ്ട്. ഇവർക്ക് സാമ്പത്തികപരമായിട്ട് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ വർഷം മധ്യത്തിൽ കാണുന്നുണ്ട്. മുൻപ് അനുഭവപ്പെട്ടിരുന്ന ക്ലേശങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ വർഷം മധ്യത്തിന് ശേഷം സാധിക്കുന്നതായിരിക്കും. പുതിയ ജോലി പ്രവേശിക്കാനുള്ള അവസരങ്ങളൊക്കെ കാണുന്നുണ്ട്. പ്രൈവറ്റ് ജോലി നിൽക്കുന്നവർക്ക് സംബന്ധിച്ച് കഴിഞ്ഞാൽ സർക്കാർ ജോലി കിട്ടുന്നൊരു വർഷമായിട്ട് കാർത്തിക നക്ഷത്രത്തിന് 2026 പറയാവുന്നതാണ്. പല കാര്യങ്ങളിലും മുൻവിചാരമില്ലാതെ പ്രവർത്തിക്കുന്ന മുഖേന ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സ്ത്രീകളുമായിട്ട് കുറച്ചൊരു അകലം പാലിക്കുന്നത് കാർത്തിക നക്ഷത്രപ്പെട്ട പുരുഷന്മാർ 2026 കുറച്ച് നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. സന്താനങ്ങളുടെ വിവാഹത്തിനായിട്ട് കുറച്ച് സമയം, ധനം ഒക്കെ ചെലവഴിക്കും. അതുപോലെ സ്നേഹങ്ങൾ അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. വളർത്തു മൃഗങ്ങളുടെ എന്തെങ്കിലും ആക്രമണത്തിനൊക്കെ ഇരയാവാനുള്ള സാധ്യത വർഷാന്ത്യത്തിലുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ശത്രുക്കളുടെ പ്രവൃത്തികൾ ദോഷകരമായിട്ട് വരാനുള്ള അവസ്ഥ വർഷാന്ത്യത്തിലുണ്ട്. മാനസികമായിട്ട് ശാരീരികമായിട്ട് അല്പം ക്ഷീണമൊക്കെ ഉണ്ടാകുന്നൊരു വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. മനസ്സിന് ഉന്മേഷവും ഉല്ലാസവും ഒക്കെ വർഷാവസാനം ഉണ്ടാകുന്ന അവസ്ഥ പറയാനുണ്ട്. വ്യാപാരത്തിൽ എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ അതൊന്നും ഉപേക്ഷിച്ചാൽ വേറൊരു ബിസിനസ് തുടങ്ങിയാലെന്നൊക്കെ തന്നെ ചിന്താഗതികളുണ്ടാകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഉള്ള ബിസിനസ് തന്നെ അത് കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ മതിയാവും. പട്ടാളം, പോലീസ് എന്നീ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനുള്ള സാധ്യത കാണുന്നുണ്ട്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നൊരു വർഷമായിട്ട് പ്രായണ പറയാവുന്നതാണ്. നമുക്ക് വ്യയം, അതായത് ചിലവുകൾ കുറയ്ക്കാൻ നോക്കിയിട്ട് കാര്യമില്ല, വരവ് കൂട്ടാൻ നോക്കിയിട്ടേ കാര്യമുള്ളൂ എന്ന് പറയാനുണ്ട്. ഉദ്യോഗത്തിൽ ഉയർച്ച, തൊഴിൽ രഹിതർക്ക് തൊഴിൽ കിട്ടാനുള്ള അവസരങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. കടബാധ്യത തീർക്കാനുള്ളൊരു അവസരമൊക്കെ വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവെ അഭിമാനികളും സ്ഥിര ചിന്ത ഉള്ളവരുമായിട്ട് നമുക്ക് ഇവരെ പറയാവുന്നതാണ്. ഇവരുടെ നക്ഷത്രങ്ങളെ പറ്റി പറയുമ്പോൾ കുറച്ച് ഒരു ഗുണഫലങ്ങൾ കുറഞ്ഞൊരു വർഷമായിട്ട് 2026 പറയാമെങ്കിലും വർഷം അവസാനം ഇവർക്ക് കുറച്ച് കൂടുതൽ ഗുണകരം ഉണ്ടാകുന്ന അവസ്ഥയെ പറയാനുണ്ട്. ഉന്നതരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ജ്യേഷ്ഠന്മാർ അല്ലെങ്കിൽ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒരു കേസ് വഴക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. ഉദ്ദേശിച്ച വിധം ലാഭം ഇവർക്ക് ചില ബിസിനസ്സുകളിൽ വർഷം ആദ്യം ചിലപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. വർഷാന്ത്യത്തിൽ ഇതൊക്കെ വ്യത്യാസം വരുന്നവർക്കും. വിദ്യാർത്ഥികൾക്കെന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമായിട്ട് സമയമായിട്ട് പറയാവുന്നതാണ്. പഠനത്തിൽ പഠിച്ചതനുസരിച്ച് തന്നെ മുന്നോട്ട് കൂടുതലായിട്ട് പഠിക്കാനും അതിൽ തന്നെ നമുക്ക് ജോലി കിട്ടാനും ഒക്കെയുള്ള സാധ്യത വിദ്യാർത്ഥികൾക്ക് പറയുന്നുണ്ട്. മുമ്പ് മുടക്കിയ പണത്തിൽ പലിശയോ അല്ലെങ്കിൽ ഡിവിഡൻഡോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പണം വളരെ ലബ്ധി ചിലവാക്കേണ്ട ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ശ്രേയസ് വർദ്ധിക്കുന്ന അവസ്ഥ, ബാങ്കുകളിലെ ലോണുകളൊക്കെ എടുത്ത് ചെറിയ കടങ്ങളൊക്കെ വീട്ടുന്ന അവസ്ഥ ഒക്കെ കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് കുറച്ച് കൂടുതൽ പരിശ്രമിക്കേണ്ട ഒരു വർഷമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ്. എഴുത്തുകാർ, പത്രപ്രവർത്തകർ തുടങ്ങിയവർക്ക് നല്ല സമയമായിട്ട് പറയുന്നുണ്ട്. അധ്വാനിക്കാതെ കൈവരുന്ന പണം കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കിയെന്ന് വരാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഈ പങ്കാളിയുടെ ഗൃഹത്തിൽ നിന്നും സഹായങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുന്നതിൽ മാനസിക വിഷമം ഇവർക്ക് ഉണ്ടായെന്ന് വരും. സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് നല്ല സമയമായിട്ട് പറയാവുന്നതാണ്. പുതിയ വ്യവസായ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തു മേടിക്കുക, അല്ലെ പങ്കാളിയുടെ സഹായത്തോടെ വീട് മോടി പിടിപ്പിക്കുക, അല്ലെ പങ്കാളിക്ക് ജോലി കിട്ടുക, ഇതിനൊക്കെ അനുകൂലമായ ഒരു വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. കലാസംസ്കാര രംഗങ്ങളിലൊക്കെ ശോഭിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ചില പ്രമാണങ്ങളൊക്കെ കൈനിമോശം വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. സൽക്കർമ്മങ്ങൾക്കായിട്ട് ഒരു തുക നീക്കി വെക്കുന്നത്
നിൽക്കുന്ന ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. വീട്ടിൽ ആരുടെയെങ്കിലും വീട്ടിലെ കലഹതയുടെ പേരിൽ കുറച്ച് നാൾ വിഷമിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. കലഹതയൊന്നുമില്ലാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക, പ്രശ്നങ്ങളെ ശുഭപ്രതീക്ഷയോടെ സമീപിക്കാൻ ഇവർക്ക് എപ്പോഴും സുഹൃത്തിൻ്റെ സഹായം എപ്പോഴും ഒക്കെ ഉണ്ടായിരിക്കും. വിദ്യാഭ്യാസ കാര്യങ്ങളിലും സാംസ്കാരിക കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ക്രയവിക്രയത്തിൽ ലാഭം ഉണ്ടാകാനുള്ള അവസ്ഥയുണ്ട്. പണയം വെച്ച സ്വർണ്ണമൊക്കെ തിരിച്ചെടുക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ഇവർക്ക് ഡോക്ടർമാർക്കും വളരെ നല്ല സമയമായിട്ട് പറയാവുന്നതാണ്. ട്രാവൽ ഏജൻസി നടക്കുന്നവർക്കായാലും വരുമാനം വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള യോഗം ഇവർക്ക് 2026 കാണുന്നുണ്ട്. അതുപോലെ അനുകൂലമായിട്ടുള്ള ഒരു മറുപടി സർക്കാരിൽ നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കിട്ടാനുള്ള ഈ പെൻഷനൊക്കെ പ്രായമായവർക്കും കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. യന്ത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്ക് കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ അവസരങ്ങളൊക്കെ ലഭിച്ചു എന്ന് വരാം. വിലപ്പെട്ട എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ നമുക്ക് സമ്മാനമായിട്ട് കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. വിദേശത്ത് പോകുന്നവർക്കായാലും എന്തെങ്കിലും അടിയന്തരമായിട്ട് നാട്ടിലും തിരിച്ചു വരാനുള്ള സാധ്യത 2026 കാണുന്നുണ്ട്. സഹകരണ മേഖലയിൽ നിൽക്കുന്നവർക്ക്, പരസ്യ മേഖലയിൽ നിൽക്കുന്ന പബ്ലിസിറ്റി ഏർപ്പാടോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു വർഷമായിട്ട് 2026 പറയാവുന്നതാണ്. പലതരം ദുർച്ചെലവുകൾ വന്നു ചേരാം, ദുർകൂട്ടുകെട്ടുകളൊക്കെ വന്നു ചേരാമെങ്കിൽ ഒരു പ്രായണ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. മധ്യസ്ഥത നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ നല്ല അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണെങ്കിലും നമുക്ക് കൂട്ടുകച്ചവടം ഇവർക്ക് ഈ ഒരു വർഷം അത്ര ഗുണകരമായിട്ട് പറയുന്നില്ല. കൂട്ടുകച്ചവടത്തിന് കഴിവതും പോകാതിരിക്കുക. ആശുപത്രിവാസം ഒരു ചെറിയൊരു രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തത് മകയിര നക്ഷത്രമാണ്. മകയിര നക്ഷത്രം എന്ന് വെച്ചാൽ തേങ്ങാ കണ്ണു പോലെ കാണപ്പെടുന്ന നക്ഷത്ര സമൂഹമായിട്ടാണ് നമുക്ക് മകയിര നക്ഷത്രത്തെ നമ്മൾ പറയപ്പെടുന്നത്. മകയിര നക്ഷത്രം 2 കൂറുണ്ട്. 2 കൂറിലെ ഫലങ്ങളെ സംയോജിപ്പിച്ചാണ് നമ്മളിവിടെ ഫലങ്ങൾ പറയുന്നത്. ഇവർക്ക് ബിസിനസ്സിൽ കൂടുതൽ വരുമാനമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമായിട്ട് നമുക്ക് 2026 പറയാവുന്നതാണ്. കൂടുതൽ വരുമാനം ലഭിക്കുമെങ്കിലും കുറച്ച് ആയാസം കൂടാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട്. സുഖഭോഗങ്ങൾക്കായിട്ട് കുറച്ച് ധനം കൂടുതൽ ചിലവഴിക്കേണ്ട അവസ്ഥയൊക്കെ ഇവർക്ക് വന്നു വരാം. ഉന്നതരായിട്ടുള്ള വ്യക്തികളിൽ നിന്നും നല്ല വ്യക്തിബന്ധങ്ങളൊക്കെ ഇവർക്ക് പുലർത്താൻ സാധിക്കുന്നതായിരിക്കും. അധ്യാപനം, എഴുത്ത്, പ്രസിദ്ധീകരണം എന്നിവയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വരുമാനം കൂടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ആഡംബര വസ്തുക്കളോടോ ഇലക്ട്രോണിക് വസ്തുക്കളോടോ ഒക്കെ കുറച്ച് താല്പര്യം കൂടുന്ന അവസ്ഥ പറയാവുന്നതാണ്. പരസ്യങ്ങൾ മുഖേന കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് യാത്രകൾ ഒക്കെ ചെയ്യേണ്ട, സന്താനങ്ങളുടെ അഡ്മിഷൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് യാത്രകളൊക്കെ ചെയ്യേണ്ട അവസ്ഥ ഇവർ കാണുന്നുണ്ട്. മറ്റുള്ളവർ നിർവഹിക്കേണ്ട ജോലി പോലും ഏറ്റെടുത്ത് ചെയ്ത് മറ്റുള്ളവരുടെയൊക്കെ പ്രശംസ നേടാൻ ഇവർക്ക് ആവുന്നതായിരിക്കും. ചില മംഗളകാര്യങ്ങൾ കുടുംബത്തിൽ നടക്കാനുള്ള അവസ്ഥ ഇവർ കാണുന്നുണ്ട്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കായാലും ജോലി കിട്ടുന്നൊരു സമയമായിട്ട് പറയാവുന്നതാണ്. അവരുടെ സമയം അനുസരിച്ച് സന്താനത്തിനും അല്ലെങ്കിൽ പങ്കാളിക്കും ഒക്കെ ജോലി കിട്ടുന്നൊരു വർഷമായിട്ട് 2026 പറയാവുന്നതാണ്. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ വരുന്നതാണ്. പുതിയ കോൺട്രാക്റ്റുകളൊക്കെ ഏറ്റെടുക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. സർക്കാർ ജോലിയിൽ നിൽക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പോലീസ്, പട്ടാളം മേഖലയിൽ നിൽക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ താക്കീതുകൾ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ലോഹ കച്ചവടത്തിൽ നിന്ന് ആദായം ലഭിക്കുന്നതിന്, അതായത് ആദായം വർദ്ധിക്കുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ ഉയരുന്നില്ല, അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കൊത്ത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചെറിയ മാനസിക വിഷമം ഇവരെ അലട്ടിയെന്ന് വരാം. അതിൻ്റെ ഒന്നും കാര്യമില്ല. തൊഴിൽ രംഗത്ത് കഴിവ് കൂടുതൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന വർഷമായിട്ട് നമുക്ക് പറയും. ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. യുവജനങ്ങൾക്ക് വിവാഹകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല വസ്തുക്കളും കിട്ടുന്നൊരു വർഷമായിട്ട് നമുക്ക് ഈ വർഷം പറയാവുന്നതാണ്. ഓഹരികളിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ധനഭാഗ്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും വേണമെന്ന് പറയപ്പെടുന്നുണ്ട്. ശത്രുക്കളുമായിട്ട് ചേർന്നുകൊണ്ടൊരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക, ശത്രുക്കളോട് അകലം പാലിക്കേണ്ട ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ശക്തി, അഭിമാനം പ്രദർശിപ്പിക്കാമെങ്കിലും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ വർഷാന്ത്യത്തിൽ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. വിദേശത്തുള്ളവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. വിദേശത്ത് എന്തെങ്കിലും ശിക്ഷണ നടപടിയിൽ നിന്നൊക്കെ തലയുരാനുള്ള സാധ്യത ഇവർക്ക് കണക്കിടുന്നുണ്ട്. സുഹൃത്തുക്കൾ കാരണം സാമ്പത്തികമായിട്ട് കുറച്ച് അധിക ചെലവ് വന്നു വരാം. പല കേന്ദ്രങ്ങളിൽ നിന്നുമായിട്ട് സാമ്പത്തിക നേട്ടം വർഷാന്ത്യത്തിൽ ഇവർക്ക് പ്രായണ കുറച്ച് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുണ്യക്ഷേത്രങ്ങളിൽ പോകാൻ, പുണ്യ സ്ഥലങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ സ്പോൺസർ ചെയ്യാനൊക്കെയുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും. പുതിയ പദവിയോ ബഹുമതിയോ എന്തോ കിട്ടാനുള്ള അവസ്ഥ ഈ 2026 കാണുന്നുണ്ട്. വീട് മാറി താമസിച്ചാൽ കൊള്ളാം എന്ന് ഒരവസ്ഥ ഇവർക്ക് തോന്നിയെന്ന് വരാം. അത് കുറച്ചുകൂടെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. സാഹിത്യകാരന്മാർക്കും ലേഖകന്മാർക്കും സിനിമാ സീരിയൽ പ്രവർത്തകർക്കും അനുകൂലമായൊരു വർഷമായിട്ട് പറയുന്നുണ്ട്. അല്ല, കേസുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീർപ്പാവുന്നതായിരിക്കും. പൂർവികമായിട്ടുള്ള സ്വത്തുക്കൾ എന്തെങ്കിലും കൈപ്പറ്റാനുള്ള സാധ്യതയും ഇവർക്ക് കാണുന്നുണ്ട്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിന് തീക്കട്ട പോലെ തിളങ്ങുന്ന ഒറ്റ നക്ഷത്രമായിട്ടാണ് തിരുവാതിര നക്ഷത്രം പറയുന്നത്. തിരുവാതിര നക്ഷത്രം ഞാൻ പറയാനറിയാം, മഹാദേവൻ്റെ നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രത്തിന് പൊതുവെ വർഷത്തിൽ ആദ്യ ഭാഗം കുറച്ച് നല്ലതായിട്ട് പറയാമെങ്കിലും മധ്യത്തിൽ കുറച്ച് മോശമായിട്ട് അവസാനം
കുറച്ച് നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. വീട്ടിൽ അവനവൻ്റെ വാക്കുകൾ മാനിക്കപ്പെടുന്നില്ല എന്നുള്ള വിഷമം ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. ഇത് അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെങ്കിലും അവസാനം അവനും പറയുന്ന കാര്യങ്ങൾ നടക്കുന്ന അവസ്ഥ ഉണ്ടാകും. അത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇവർക്ക് ആഹ്ലാദം പകരുന്ന പല അവസരങ്ങളും പല വാർത്തകളും കേൾക്കാനുള്ള യോഗം കാണുന്നുണ്ട്. തന്നിലും പ്രായമുള്ള വ്യക്തികളുമായിട്ട് കലഹിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. പ്രേമം ഒക്കെ പൂർണ്ണമായിട്ടും വിജയത്തിൽ എത്താനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ജോലിയിലും ബിസിനസ്സിലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണെങ്കിലും അതിലൊക്കെ നല്ല ഒരു സന്തോഷമുള്ള അവസ്ഥകൾ ഈ വർഷം തന്നെ ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. വീട് അല്ലെ കുടുംബം അല്ലെങ്കിൽ നമ്മൾ ജനിച്ച ഗ്രഹമൊക്കെ വിട്ടു നിൽക്കേണ്ട അവസ്ഥ ഈ ഒരു വർഷം കാണുന്നുണ്ട്. ഭൂമിയിൽ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പലവിധ സുഖഭോഗങ്ങൾക്കായിട്ട് സമയം ധനമൊക്കെ ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഓരോ കാൽവെയ്പ്പിലും പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നൊരവസ്ഥ പറയാനുണ്ട്. കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹത ഇവയൊക്കെ കാണുന്നുണ്ട്. ധനലാഭത്തെ പറ്റിയുള്ള ചർച്ചകൾ മറ്റുള്ളവരുമായിട്ട് ഒന്ന് കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും. ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പങ്കാളിയായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന വർഷമായിട്ട് പറയാവുന്നതാണ്. അവനേക്കാൾ താഴ്ന്ന ആൾക്കാരുമായിട്ട് കഴിവതും വ്യക്തിബന്ധം പുലർത്താതിരിക്കുക. പ്രമേഹ രോഗികൾക്ക് ആശ്വാസമാകുന്നൊരു വർഷമായിട്ട് അവർക്ക് പറയാനുണ്ട്. സർക്കാരിൽ നല്ല ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. തറവാടുകൾ വിട്ട് താമസിക്കാനുള്ള അവസരമൊക്കെ നന്നായിരിക്കും. അതുപോലെ വ്യാപാരത്തിൽ പ്രതീക്ഷിക്കാത്ത ആദായം കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടും വിജയിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങൾക്കാരും വിദ്യാഭ്യാസം നല്ല പുരോഗതി ഉണ്ടാകുന്ന വർഷമായിട്ട് പറയാം. ജോലിയിൽ ഉയർച്ചയും അംഗീകാരങ്ങളും ബഹുമതികളും ഒക്കെ ഉണ്ടാകുന്ന വർഷമായിട്ട് പറയുന്നുണ്ട്. ഭാര്യാഗ്രഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ സ്വത്തുക്കൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സർവീസ് ഒക്കെ പൂർത്തിയാക്കി വിരമിക്കാൻ നിൽക്കുന്നവർക്കായാലും പുതിയ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പട്ടാളം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും എന്തെങ്കിലും ബഹുമതികൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശാരീരികവും മാനസികവുമായിട്ടുള്ള ചൈതന്യം വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് കലകളിലൊക്കെ കൂടുതൽ താല്പര്യം കൂടാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ഇവർക്ക് ധനപരമായിട്ട് നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ വ്യായാമക്കുറവ് അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഊഹക്കച്ചവടത്തിൽ നിന്നും കുറച്ച് ലാഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വർഷം മധ്യത്തിന് ശേഷം കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവൻ്റെ ആ ഒരു തന്മയത്തോടുള്ള പ്രവൃത്തി കൊണ്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. മനസ്സിനും ശരീരത്തിനും ക്ഷീണമുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും കുറച്ച് എല്ലാ കാര്യങ്ങളിലും ഒരു നീക്കുപോക്ക് ചില സമയങ്ങളിലാവുന്നില്ല എന്നൊരു വിഷമം ഇവർക്കുണ്ടാവും. ബിസിനസ് രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു വർഷമായിട്ട് ഇവർക്ക് പറയുന്നുണ്ട്. നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് വന്ന് കിട്ടുന്നതായിരിക്കും. ഉന്മേഷം ചില അവസരങ്ങളിൽ ഇവർക്ക് ഉണ്ടായെന്ന് വരികയില്ല. എങ്കിലും വർഷാന്ത്യം വീട്ടിൽ പൂജാതി മംഗള കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നത് നല്ല പുരോഗതിയുള്ള അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട്. വിദേശത്ത് പഠിക്കുന്നവർക്കായാലും നല്ല ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് കുറച്ച് വ്യയം, അതായത് ചിലവുകൾ കുറച്ച് കുറയ്ക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ചില കാര്യങ്ങൾക്കായിട്ട് ലോൺ എടുക്കേണ്ട, പേഴ്സണൽ ലോണൊക്കെ എടുക്കേണ്ട അവസരം ഈ ഒരു വർഷം ഇവർക്ക് കാണുന്നുണ്ട്. അടുത്തത് പുണർവ നക്ഷത്രമാണ്. പുണർവ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമരം പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് ഈ പുണർവ നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. ഇവർ ഗുരുവായൂരപ്പനെ മഹാവിഷ്ണുവിനെയാണ് കൂടുതൽ പ്രാർത്ഥിക്കണം എന്ന് പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയപ്പെടുന്നത്. എങ്കിലും ഒരു പടി കൂടുതൽ ഗുണം തന്നെയാണ് പറയാനുള്ളത്. ഇവർക്ക് അവനവൻ്റെ കഴിവ് കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നല്ല ഉയർച്ച ഉണ്ടാകുന്നൊരവസ്ഥ വർഷം ആദ്യം ഇവർക്ക് കാണുന്നുണ്ട്. ശത്രുക്കളെ പോലും പരാജയപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. പൂർവിക സ്വത്ത് അധീനതയിലാവാനുള്ള യോഗം ഒക്കെ ഇവർ കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് വായ്പകളോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. പ്രതികൂല പരിസ്ഥിതിയിൽ പോലും ജോലി പിടിച്ചു നിൽക്കാൻ ഇവർക്ക് ആവുന്നതായിരിക്കും. ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു വിഷമതകളെ ഓർത്ത് ആ ഒരു സമയം ചെലവഴിക്കാതിരിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ വ്യക്തി പ്രഭാവം കൊണ്ട് പല വിഷയങ്ങളും ഇവർക്ക് നിസ്സാരമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകാർക്ക് ആവുന്നതായിരിക്കും. ജോലിയിൽ സസ്പെൻഷനോ ഡിസ്മിസിലോ ഒക്കെ ഉണ്ടാവുന്നൊരു ഭയം ഉണ്ടാവുമെങ്കിലും അതിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. എല്ലാ ഇടപാടുകളിലും ഒരു നിഷ്കർഷത പാലിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. കാര്യവിജയം ഉണ്ടാവുമെങ്കിൽ പോലും ഗൃഹത്തിൽ സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും ചെറിയ കലഹതയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കേസുകളിലൊക്കെ അവനവന് തന്നെ വിജയം ഉണ്ടാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അവൻ്റെ ഹിതത്തിന് എതിരായിട്ടാണ് മറ്റുള്ള നിൽക്കുന്നതെന്നൊക്കെ ഒരു ചിന്താഗതി എപ്പോഴും ഇവർക്ക് ഉണ്ടായി എന്ന് വരും. ധനാഗമനമൊക്കെ പൊതുവെ വർദ്ധിക്കുന്നൊരു വർഷമായിട്ട് പറയുന്നുണ്ട്. സർക്കാർ സർവീസ് നിൽക്കുന്നവർക്കായാലും ഇതിൽ പ്രമോഷനോ അല്ലെങ്കിൽ ഉദ്ദേശ സ്ഥലത്തേക്ക് സ്ഥലമാറ്റമോ കിട്ടാനോ സ്ഥാനക്കയറ്റം കിട്ടാനോ ഒക്കെ ഉള്ള സാധ്യത കാണുന്നുണ്ട്. വിഷം, അഗ്നി, കള്ളന്മാർ ഇവയൊക്കെ ഒന്ന് ഭയക്കുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഉദ്യോഗത്തിൽ തീർച്ചയായിട്ടും അവൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും ആദരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും. വാഹന അപകടത്തിൽ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കിട്ടേണ്ട പല പദവികളും കിട്ടേണ്ട സമയത്തിന് കിട്ടുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ
ലഭിക്കാൻ കുറച്ച് കാലതാമസം നേടും എന്നൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് അവസാനം അത് കിട്ടുന്ന അവസ്ഥയെ കാണുന്നുണ്ട്. പുണ്യ സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ചെറിയ രീതിയിൽ കലഹതയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാവുമെങ്കിലും വീട് അല്ലെ ഉദ്യോഗമായിട്ട് ഒതുങ്ങിപ്പോയെന്നൊക്കെ ഒരു മാനസിക വ്യഥകൾ ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. സ്ത്രീജനങ്ങളുമായിട്ട് കുറച്ച് സാമ്പത്തിക ഇടപാടുകളൊക്കെ ഒന്ന് നിഷ്കർഷത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. അവനവൻ്റെ സമയത്തിനനുസരിച്ചിട്ട് മറ്റുള്ളവർ റെഡി ആവുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ വീട്ടിൽ വിഷമതകളൊക്കെ ഉണ്ടാവാം. പുതിയ ജോലി സ്ഥലം വേണ്ടത്ര ആകർഷണമായിട്ട് തോന്നാത്ത ഒരു വിഷമത ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. ഭാര്യപക്ഷത്തുള്ളവർക്ക് ആദരം കുറഞ്ഞു പോയി എന്നൊക്കെ ഒരു വിഷമം ഇവർക്ക് ഉണ്ടാകുന്ന അവസ്ഥ പറയുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനമാവാൻ, സന്താന കാര്യങ്ങൾ തീരുമാനമാവാൻ ഒക്കെ സാധിക്കുന്ന സമയമായിട്ട് പറയുന്നുണ്ട്. ജാതകൻ ചില പ്രത്യേക ദിവസങ്ങളിൽ ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകണം എന്ന് പറയപ്പെടുന്നുണ്ട്. പല കേന്ദ്രങ്ങളിൽ നിന്നും ആദായം ഉണ്ടാവുമെങ്കിലും ഏത് നല്ലത് ഏത് ചീത്ത എന്ന കൺഫ്യൂഷൻ ഇവർക്ക് ഏറെ നിൽക്കുന്നതിൻ്റെ വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയുന്നുണ്ട്. വളർത്തുമൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം. പല കാര്യങ്ങളിലും കടമെടുക്കുമെങ്കിലും ആ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. കടക്കാരുടെ ശല്യം മനസ്സിനെ അസ്വസ്ഥമാക്കുമെന്നും തോന്നലൊക്കെ ഇവർക്കുണ്ടാകും. പക്ഷേ അതൊന്നും ഈ വർഷം കടത്തിൽ നിന്നൊക്കെ തലയുയരാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട്. എല്ലാ രംഗത്തും ഇവർക്ക് പൊതുവെ വിജയം ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് പറയാവുന്നതാണ്. പൂയ നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 8 നക്ഷത്രങ്ങൾ വാൽക്കണ്ണാടി പോലെ കാണപ്പെടുന്ന ഒരു സമൂഹമായിട്ടാണ് പൂയ നക്ഷത്രത്തെ നമ്മൾ പറയപ്പെടുന്നത്. പൂയ നക്ഷത്രം കർക്കിടക കുറിപ്പെട്ടാണ്. കർക്കിടകത്തിലാണ് ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത്. ഇവർക്ക് പൊതുവെ 2026 കുറച്ച് ഗുണങ്ങൾ കൂടിയൊരു വർഷമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ്. കാരണം ഇവർക്ക് 9ലാണ് ഇവർക്ക് ശനി നിൽക്കുന്നത്. അതൊക്കെ ഏറ്റവും നല്ല അവസ്ഥയാണ് പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വർഷം നമുക്ക് കുറച്ച് ചിലവുകൾ കൂടുന്നൊരു വർഷമായിട്ട് പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇവർക്ക് സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കങ്ങളൊന്നും പറയപ്പെടുന്നില്ല. ഭൂസ്വത്തുക്കളോ വീട്ടു സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട് മുടിപിടിപ്പിക്കുക, വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളെ പരാജയപ്പെടുത്താൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും. പൊതുവെ സാമ്പത്തികപരമായിട്ട് വിഷമം കൂടാതെ പോകുന്ന അവസ്ഥ ഇവർക്ക് പറയാം. ഉന്നതരായിട്ടുള്ള വ്യക്തികളുമായിട്ട് വ്യക്തിബന്ധങ്ങളൊക്കെ ഇവർക്ക് പുലർത്താൻ സാധിക്കുന്നതായിരിക്കും. കുടുംബസുഖത്തിനും സമാധാനത്തിനുമായിട്ട് കുറച്ച് പരിശ്രമിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സഹോദരന്മാരിലെ സഹോദരിയായിട്ടൊക്കെ രമ്യതയിലാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പത്രപ്രവർത്തകർ അല്ലെങ്കിൽ സിനിമാ സീരിയൽ മേഖലയിൽ നിൽക്കുന്നവർക്കായാലും എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ കിട്ടുന്ന അവസ്ഥ പറയുന്നുണ്ട്. പുതിയ പദവികളൊക്കെ കൈവരാനുള്ള യോഗം കാണുന്നുണ്ട്. നഷ്ടത്തിലോടുന്ന എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഏറ്റെടുത്ത് അതിലൊക്കെ വിജയം കൈവരുത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ശത്രുക്കളുമായിട്ട് രമ്യതയിലായാൽ പോലും അവരോട് ചേർന്ന് ബിസിനസ് ഈ ഒരു വർഷം തുടങ്ങാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ക്രയവിക്രയങ്ങളിൽ നിന്നും ആദായം ഉണ്ടാകുന്ന അവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. കൊച്ചു കലഹങ്ങളിലൊക്കെ ഏർപ്പെടാനുള്ള അവസ്ഥ ഭാര്യയായിട്ട് ഒക്കെ കാണുന്നുണ്ട്. സന്താനങ്ങളുടെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ലോൺ എടുക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വീട്ടിലെ എന്തെങ്കിലുമൊക്കെ പൂജ മംഗള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗം കാണപ്പെടുന്നുണ്ട്. പിതാവിൻ്റെ ഹിതത്തിന് എതിരായിട്ടൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ മനസ്സിന് എപ്പോഴും ഒരു വ്യാകുലതകൾ ഉണ്ടാവുമെങ്കിലും കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ഒരു മനസ്സിൽ അല്ലെ ആ ഒരു വർത്തമാനം കൊണ്ട് ആ ഒരു അവസ്ഥയൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. നല്ല എന്തെങ്കിലുമൊക്കെ സൈഡ് ബിസിനസ്സുകൾ തുടങ്ങാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. സർക്കാർ ജോലിയിൽ നിൽക്കുന്നവർക്കായാലും ഒരു സ്ഥാനക്കയറ്റത്തിനുള്ളൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ബിസിനസ്സിൽ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവുമെങ്കിലും പിന്നീട് ഇവർക്ക് ലാഭങ്ങളുണ്ടാവും. അതായത് വർഷ അവസാനം കുറച്ച് ആദായം കൂടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് മേഖലയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നല്ലൊരു വർഷമായിട്ട് പറയുന്നുണ്ട്. നിയമലംഘനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിയമലംഘനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസരം, അത് മുഖേന എന്തെങ്കിലും ശിക്ഷ നടപടിയൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയപ്പെടുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ ഇവർക്ക് എപ്പോഴും ഉണ്ടായി എന്ന് വരാം. ഇടയിൽ കയറി ആരോടും സംസാരിക്കാതിരിക്കുക, അത് മുഖേന ശത്രുക്കൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തെ പൗരത്വം കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. വീട്ടിലെ എല്ലാവിധ കാര്യങ്ങളിലും ഇവരുടെ ഒരു നേതൃത്വം ഇവർക്കുണ്ടായിരിക്കും. വീട്ടിലെ വിവാഹം, ചോറൂണം തുടങ്ങിയ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ ജാതകന് പൊതുവെ നല്ലൊരു സമയമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും നമുക്ക് ഈ രാത്രി യാത്രകൾ, സാഹസ പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നത് നന്നായിരിക്കും. പല കാര്യങ്ങളെപ്പറ്റിയും ചിന്തിച്ച് മനസ്സ് ഇങ്ങനെ വ്യാകുലപ്പെടുന്ന അവസ്ഥ വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട്. എങ്കിലും നമുക്ക് വിവാഹ ആലോചനയൊക്കെ നടക്കുന്നവർക്കായാലും നല്ല വിവാഹമൊക്കെ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹോദരൻ അല്ലെ സഹോദരിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. ജോലി സസ്പെൻഷനായിട്ട് നിൽക്കുന്നവർക്ക് തിരിച്ചു കയറാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്.
അതുപോലെ ദൈവാനുകൂല്യത്തിനായിട്ട് കഠിനമായിട്ട് പ്രവർത്തിക്കേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പൂയ നക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ്. ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഇവരെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിലും പ്രായണ കുഴപ്പമില്ലാത്ത അവസ്ഥ പറയാവുന്നതാണ്. അതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പിൻവലിഞ്ഞ് നിൽക്കുന്ന ഒരു മനോഭാവം മാറ്റണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഭാര്യയോട് സംശയദൃഷ്ടിയോടെ പെരുമാറുന്നത് മാറ്റണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും ഒരു വാക്കിൽ ഒരു മിതത്വം പാലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കരകയറാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. യാത്രകൾ സുഖകരവും ഫലപ്രദവുമായി തീരാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. വരവിലും കഴിഞ്ഞ് ചിലവ് ഉണ്ടാകുന്നൊരു വിഷമം ഇവർക്ക് പ്രായണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭാര്യ സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഉദര സംബന്ധമായ ചെറിയ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിവാസം കാണുന്നുണ്ട്. എങ്കിലും ഇവർക്ക് സമ്മിശ്രഫലം ഒരു പടി കൂടുതൽ ഗുണങ്ങളെ തന്നെ ഇവർക്ക് പറയാനുള്ളൂ. അടുത്ത ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രം കർക്കടക കുറിപ്പെട്ട ആയില്യം നക്ഷത്രത്തിന് അമ്മിക്കല്ല് പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായിട്ട് ആയില്യം നക്ഷത്രത്തെ പറയപ്പെടുന്നു. സർപ്പ നക്ഷത്രമായിട്ടും ഇതിനെ പറയാറുണ്ട്. സർപ്പങ്ങളാണ് ഇതിൻ്റെ ദേവതകളായിട്ടും പറയുന്നത്. ഇവർക്ക് ആദ്യം ഗുണദോഷ സമ്മിശ്രമായിട്ടും മധ്യത്തിൽ അല്പം ദോഷമായിട്ടും അന്ത്യത്തിൽ ഗുണകരമായിട്ടുമാണ് പറയപ്പെടുന്നത്. കാര്യതടസ്സങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാവുമെങ്കിൽ പ്രായണ നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് മഹാവിഷ്ണു ഭജന നടത്തുന്നത് വളരെ നന്നായിരിക്കും. ഏത് കാര്യങ്ങളിലും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. വരവിലും കുറഞ്ഞ ചെലവ് ഇവർക്ക് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊരു അടിത്തറ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ പറയാം. സാമ്പത്തിക നിലയിൽ കുറച്ച് സ്വരച്ചേർച്ച കുറവ് പങ്കാളിയായിട്ടൊക്കെ ഉണ്ടായി എന്ന് വരാം. ഭൂമി അല്ലെങ്കിൽ വിളവെടുപ്പുള്ള വസ്തുക്കൾ ആധാരം എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഓഹരിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വരുമാനം വർദ്ധിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പുതിയ വീട് പണിത് വീട്ടിൽ താമസിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അവനവൻ്റെ അധീനതയിൽ പൂർവിക സ്വത്തുക്കളൊക്കെ വന്നു ചേരാനുള്ള അവസ്ഥയൊക്കെ വന്നു ചേരുന്നതായിരിക്കും. എങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരു മധ്യസ്ഥത നിൽക്കുന്നത് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ആദായം ഉദ്ദേശിച്ചതനുസരിച്ച് ചില അവസരങ്ങൾ കിട്ടിയെന്ന് വരികയില്ല. ബഹുമാനങ്ങൾ ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നഷ്ടത്തിലോടുന്ന പല വ്യവസായങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. സർക്കാർ ഉദ്യോഗത്തിൽ നിൽക്കുന്നവർക്ക്, വേറെ ജോലി നിൽക്കുന്നവർക്ക് ഒക്കെ നമുക്ക്, അതായത് പ്രൈവറ്റ് ജോലി നിൽക്കുന്നവർക്ക് ഒക്കെ ജോലിയിൽ ഒരു കാര്യമായ മാറ്റം പറയപ്പെടുന്നുണ്ട്. ധാരാളം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. പരദൂഷണം അവനെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞ് പരത്താനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും വലിയ താമസമില്ല, കരകയറുന്നതായിരിക്കും. അല്പം പാഴ്ചലോട് വന്നു തരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കുറയ്ക്കുക. സമയത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല, അതിന് വിഷമം വരെ ഒരു വേട്ടയാടിയെന്ന് വരാം. പണയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിറ്റുപോയ വസ്തുക്കൾ എന്തെങ്കിലും തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു ചേരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യത 2026 കാണുന്നുണ്ട്. എല്ലാ കർമ്മരംഗങ്ങളിലും ഒരു എടുത്തിയാട്ടം ഒന്ന് കുറയ്ക്കുന്നത് വളരെ നന്നായിട്ട് പറയപ്പെടുന്നുണ്ട്. ബിസിനസ്സിൽ സർക്കാർ ഇടപെടലൊക്കെ ഉണ്ടായി എന്ന് വരാം. കൂടുതൽ സമയം ബിസിനസ്സിനായിട്ട് ചിലവഴിക്കുന്നു, വീട്ടുകാർക്ക് വേണ്ടി ചിലവഴിക്കുന്നില്ല എന്നൊരു പഴി കേൾക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭൂമി, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനുള്ള സാധ്യത 2026 കാണുന്നുണ്ട്. ധനാർജനം ഉണ്ടാവാൻ, അതായത് ധനം നല്ല രീതിയിൽ ആർജിക്കാനുള്ള അവസ്ഥ, സന്താനങ്ങളുടെ കാര്യത്തിനായിട്ട് ക്ഷേമത്തിനായിട്ട് ഒക്കെ നമുക്ക് ധാരാളം പൈസ ചെലവഴിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. പ്രായമായവർക്കായി പറഞ്ഞ ക്ഷേമ പെൻഷനെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൂർവിക സ്വത്തുക്കൾ കിട്ടാനായിട്ട് കേസൊക്കെ നിൽക്കുന്നവർക്കായാലും ഒരു വിജയങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അത് അലട്ടിക്കൊണ്ടിരുന്ന പല വിഷയങ്ങളും, അനാവശ്യമായ പല കാര്യങ്ങളും അവനെ അലട്ടിക്കൊണ്ടിരിക്കും. അതിൽ നിന്നൊക്കെ ഒരു കരകയറാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പങ്കാളിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പിതാവിന് ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ രോഗത്തിൽ ഒരു മുക്തി നേടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. മനസ്സിന് ഉന്മേഷം കൂടുന്ന അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ അയലത്തുകാരോട് ചെറിയ കലഹതകളൊക്കെ ഉണ്ടാകും. അത് രമ്യതയിൽ പരിഹരിക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് പറയപ്പെടുന്നത്. അനാവശ്യമായിട്ട് പിടിവാശികൾ കുറയ്ക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. ക്രയവിക്രയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ നഷ്ടങ്ങൾ ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. വീട്ടിലെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്ത് അതിൽ ഒരു സന്തോഷമുള്ള അവസ്ഥകളൊക്കെ പറയപ്പെടുന്നുണ്ട്. പിതാവിൽ നിന്നും വേണ്ടത്ര സഹായം വർഷാന്ത്യത്തിൽ ലഭിച്ചു എന്ന് വരികയില്ല. ഒരു സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നൊരു പഴി ചെറിയ കേൾക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. അതുപോലെ തന്നെ തറവാട് സ്വത്ത് ഭാഗിച്ച് അവൻ്റെ കടത്തിൽ നിന്നൊക്കെ തലയുരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. പ്രായണ നമുക്ക് ഒരു ഗുണകരമായിട്ട് വർഷം തന്നെയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. മകനക്ഷത്രമാണ്. മകനക്ഷത്രത്തിന് നുകം പോലെ കാണപ്പെടുന്ന 5 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് മകനക്ഷത്രത്തെ പറയപ്പെടുന്നത്. പിതൃക്കളാണ് ഇതിൻ്റെ ദേവതകളായിട്ട് പറയപ്പെടുന്നത്. രാജധാനിയിലെ സിംഹാസനത്തോടുകൂടിയ മണ്ഡലമാണ് ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു നിഷ്കർഷത പാലിക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഈ വർഷം മകനക്ഷത്രത്തിന് ഗുണം കൂടിയ അവസ്ഥയെ
എന്നാൽ അല്പം ദോഷം കുറഞ്ഞ അവസ്ഥയും പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് അഷ്ടമത്തിലാണ് ശനി നടക്കുന്നത്. വ്യാഴം 12ലാണ് നിൽക്കുന്നതെങ്കിൽ പോലും അതിൽ ഒരു മാറ്റം ഇവർക്ക് പ്രായേണ കാണുന്നുണ്ട്. വ്യാഴമാറ്റമൊക്കെ ഇവർക്ക് വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. ഇവർക്ക് സുബ്രഹ്മണ്യ സ്വാമി ഭജിക്കുന്നത്, മഹാലക്ഷ്മി ഭജിക്കുന്നതൊക്കെ ഏറ്റവും ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. സാമ്പത്തികപരമായിട്ട് ഉയർച്ച ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ശാരീരികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും. വലിയ അപകടങ്ങളിൽ നിന്ന് പോലും സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് കരകയറാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അതുപോലെ കച്ചവടത്തിൽ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ആ ഒരു വിശ്വസ്തത പുലർത്താനായിട്ട് ശ്രമിക്കുക. ജോലിയിൽ ഉയർച്ചയും അതിൽ കൂടുതൽ വരുമാനമൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയാവുന്നുണ്ട്. സ്ത്രീകൾക്ക് പ്രസവ സംബന്ധമായിട്ട് കുറച്ച് വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മനസ്സമാധാന സ്വസ്ഥതയൊക്കെ ലഭിക്കുന്ന ഒരു വർഷമായിട്ട് പൊതുവെ നമുക്ക് പറയാവുന്നതാണ്. തറവാട് എന്തെങ്കിലുമൊക്കെ ഭാഗം വെക്കാനുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. ശത്രുക്കളുടെ നിഗൂഢമായിട്ടുള്ള ആലോചന അവനെ തളർത്തിയെന്ന് വരാം. അതെന്താ അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം ആവശ്യപ്പെടുന്നവർക്ക് അത് കിട്ടുന്ന സാധ്യതയെ കാണുന്നുണ്ട്. സുഹൃത്തുക്കൾക്കായിട്ട് അനാവശ്യമായിട്ട് സമയം, ധനം ഇവയൊക്കെ ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. കല, സിനിമ, സാഹിത്യ മേഖല നിൽക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ട് പറയാം. പുതിയതായിട്ട് എന്തെങ്കിലും വിദ്യ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയാം. ശാരീരിക ആരോഗ്യങ്ങൾ മെച്ചപ്പെടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അനാവശ്യമായിട്ട് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒഴിവാക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. എഴുത്തുകാർക്ക് എന്തെങ്കിലുമൊക്കെ പുരസ്കാരങ്ങൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. രോഗികൾക്ക് ആ രോഗത്തിൽ നിന്ന് ഒരു മുക്തി നേടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പ്രായമായവർക്കായാലും ചികിത്സ ഒന്ന് മാറ്റി ചികിത്സിച്ച് കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് മുക്തി നേടാവുന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. വിവാഹകാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ഇവർക്ക് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പൊതുവെ വ്യക്തിപ്രഭാവം വർദ്ധിക്കുന്ന അവസ്ഥ ഇവർക്ക് പറയാവുന്നതാണ്. ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ജോലിയിൽ കൂടുതൽ ശുഷ്കാന്തി കാണിക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ബിസിനസ്സിൽ നിർബന്ധമായിട്ടും സമയക്ലിപ്തത പാലിക്കണം എന്നൊരവസ്ഥ പറയുന്നുണ്ട്. അധ്യാപകർ, വക്കീൽ, ഡോക്ടർ എന്നിവർക്ക് നല്ലൊരു സമയമായിട്ട് പറയുന്നുണ്ട്. ഇവർക്ക് ശ്രേയസ്കരമായിട്ട് ഉള്ള പല അവസരങ്ങളും വന്നു ചേരുന്നതായിരിക്കും. ഇവർക്ക് വീട് വയ്ക്കുക, അല്ലെങ്കിൽ വീട്ടു ഉപകരണങ്ങൾ വാങ്ങിക്കുക, വീട് മൂടി പിടിപ്പിക്കുക, അത് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതോടെ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നൊരു ഭാര്യയുടെ പഴിയെ കേൾക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ ഒരുപാട് അലട്ടിയെന്ന് വരാം. അതിനുപരി ആദരവ് ഇവർക്ക് പ്രകടിപ്പിക്കാം. ഗുരുക്കന്മാർക്ക്, പ്രായമായവർക്ക് നല്ല സമയമായിട്ട് അവൻ്റെ സമയം അനുസരിച്ച് പറയാവുന്നതാണ്. ജീവിതത്തിൽ ഉല്ലാസത്തിനായിട്ട് കണ്ടമാനം സമയം ചെലവഴിക്കേണ്ട അവസ്ഥ വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട്. പ്രകൃതി ദുരന്തത്തിൻ്റെ ഫലമായിട്ട് ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. കൂടുതൽ പണം നേടാൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രശംസയ്ക്ക് പാത്രമാകുന്ന അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. വിദേശവാസയോഗം ഗുണകരമായിട്ട് പറയാവുന്നതാണ്. വിദേശത്ത് നിൽക്കുന്നവർക്കാരും വീട്ടിലെ എന്തെങ്കിലും മംഗളകാര്യത്തിനായിട്ട് നാട്ടിൽ വരാനുള്ള യോഗം കാണുന്നുണ്ട്. വിലപിടിപ്പുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ യാത്രയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കണ്ണാടി മാറ്റി വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യത്തിനായിട്ട് സമയം ഒക്കെ ചെലവഴിക്കുന്നു, അവൻ്റെ കാര്യത്തിന് സമയം കിട്ടുന്നില്ല എന്നൊരു ആകുലതകൾ ഉണ്ടായി എന്ന് വരാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഊഹക്കച്ചവടത്തിന് ലാഭം ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ധാരാളം പുണ്യക്ഷേത്രങ്ങളിൽ, പുണ്യസങ്കേതങ്ങളിലൊക്കെ പോകാനുള്ള യോഗം ഈ ഒരു വർഷം ഇവർക്ക് കാണുന്നുണ്ട്. അടുത്തത് പൂര നക്ഷത്രമാണ്. പൂര നക്ഷത്രത്തിന് തൊഴിൽക്കാല പോലെ കാണപ്പെടുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടമായിട്ടാണ് പൂര നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. ആര്യമാവാണ് ഇത് ദേവതയായിട്ട് പറയപ്പെടുന്നത്. ആടുന്ന തൊട്ടിൽ ആണ് ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഓർമ്മശക്തി ഉള്ളവരായിട്ട് ഇവരെ പറയാവുന്നതാണ്. സംഭാഷണ മാധുര്യം കൊണ്ട് ആരെയും വ്യസ്തമാക്കുന്ന അവസ്ഥയൊക്കെ ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് ഉത്രട്ടാതി, അതുപോലെ പൂരിട്ടാതി, കാല്, രേവതി ഇവ വേദ നക്ഷത്രമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് എല്ലാ രംഗങ്ങളിലും ശോഭിക്കുന്ന വർഷമായിട്ട് 2026 പറയാവുന്നതാണ്. പുതിയ ബിസിനസ്സുകൾ ഏർപ്പെടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. കടങ്ങൾ കിട്ടാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് മെച്ചമായിട്ടുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള അവസ്ഥയൊക്കെ വന്നു ചേരുന്നതായിരിക്കും. ഭൂമി ക്രയമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ നഷ്ടങ്ങളുണ്ടാകും, അതൊക്കെ ശ്രദ്ധിക്കുക. അധിക ചെലവുകൾ നിയന്ത്രിക്കേണ്ട ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതുപോലെ വ്യായാമക്കുറവും ഉറക്കക്കുറവും കൊണ്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇരുമ്പ്, ചെമ്പ് മുതലായ ലോഹങ്ങൾ ബന്ധപ്പെട്ട് ബിസിനസ്സുമായിട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ആദായം വർദ്ധിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ഭൂമിയായിട്ട് ബന്ധപ്പെട്ട് കൃഷി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു സമയമായിട്ട് പറയാവുന്നതാണ്. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു എന്ന് വരാം. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനായിട്ട് വിദേശത്ത് പോകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. യുക്തിപരമായിട്ട് ചിന്തിക്കുന്നതിലൂടെ പല അപകടങ്ങളിൽ നിന്നും ഇവർക്ക് രക്ഷ നേടാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ദാമ്പത്യസുഖവും കുടുംബ സമാധാനവും ഒക്കെ ഉണ്ട് അതിൻ്റെ വർഷമായിട്ട് പൊതുവെ പറയപ്പെടുന്നുണ്ട്. വാക്കുതർക്കങ്ങൾ കഴിവതും ഒഴിവായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പുത്രൻ്റെ എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഓർത്ത് മാനസിക വിഷമം ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പുതിയ വീട് അല്ലെങ്കിൽ പുതിയ വസ്തുവൊക്കെ വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഉപരിപഠനത്തിനായിട്ട് പ്രവേശനം ലഭിക്കുന്നതായിരിക്കും.
ശത്രുക്കളുടെ ശല്യം കുറച്ച് വർദ്ധിക്കാനുള്ളൊരു വർഷമായിട്ട് 2026 പറയുന്നുണ്ട്. ഈശ്വരാധീനം കൊണ്ട് എല്ലാ അസ്വസ്ഥതകളും പൊതുവെ കുറയുന്നു എന്നൊരവസ്ഥ പറയുന്നുണ്ട്. നവീന ഗ്രഹ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. പിതാവിനോടും മാതാവിനോടും ഉള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. അറ്റാച്ച്മെൻറ്റ് കുറയാതെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പൊതു ചടങ്ങുകളിൽ ആദരം പാത്രമാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. പ്രേമകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാവും. ഉദ്ദേശിച്ച് ഒരു നല്ല വിവാഹ ജീവിതമൊക്കെ എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വർഷാന്ത്യത്തിൽ ആശുപത്രിവാസം, ചെറിയ രീതിയിൽ വാഹനാപകടത്തിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് സ്ഥാനക്കയറ്റത്തിനും ഉദ്ദേശ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റത്തിനൊക്കെയുള്ള ഒരു സാഹചര്യം ഇവർക്ക് കാണുന്നുണ്ട്. പല കാര്യങ്ങളും ഏറ്റെടുത്ത സമയത്തിനനുസരിച്ച് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം ഇവർക്ക് ഈ ഒരു വർഷം ഉണ്ടായെന്ന് വരാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ചെറിയ ശിക്ഷണ നടപടിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഗുണനിലവാരമില്ലാത്ത എന്തെങ്കിലും വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്ന കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും. ഫാക്ടറികളിൽ തൊഴിലാളികൾ സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അടച്ചിടേണ്ട അവസ്ഥ വരെ വന്നിട്ട് തിരിച്ചു വരാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. അഗ്നിബാധ വിഷയം ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ആഗ്രഹ നിവൃത്തിക്കായിട്ട് അശ്രാന്തം പരിശ്രമിക്കേണ്ട അവസ്ഥ കാണുന്നുണ്ട്. പുതിയ കരാറുകൾ ഒപ്പിടുന്നവർ, ദൂരയാത്രകൾ ചെയ്യുന്നവർ അതിൻ്റെ ഗുണദോഷം ചിന്തിച്ച് മാത്രം ചെയ്യേണ്ടതാണ്. അടുത്തത് ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രത്തിന് 2 നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു ഗണമായിട്ടാണ് ഉത്തര നക്ഷത്രം. ഭഗനാണ് ദേവതയായിട്ട് പറയപ്പെടുന്നത്. ജപമണിയാണ് ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. ഇവർ ശാസ്താവിനെ, ഗണപതി, അയ്യപ്പനെ ഒരുപോലെ ഭജിക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് പൊതുവെ കുടുംബാന്തരീക്ഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും. സുഹൃത്ബന്ധങ്ങൾ കുറച്ച് കൂടുതൽ ദൃഢമാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വ്യവഹാരങ്ങൾ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ഇവർക്ക് പണം കയ്യിൽ നിൽക്കുന്നുണ്ടെങ്കിലും അത് സമയത്ത് പ്രയോജനപ്പെടുന്നില്ല എന്ന വിഷമം ഇവർക്ക് ഉണ്ടായെന്ന് വരും. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ അവമാനങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പോലീസ് പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. ഗ്രഹാന്തരീക്ഷം പൊതുവെ അസ്വസ്ഥമായിട്ടുള്ള അവസ്ഥ വർഷം മധ്യത്തിൽ കാണുന്നുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടാമെങ്കിലും ഗുരുജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല ഉപദേശങ്ങളൊക്കെ ലഭിച്ചു എന്ന് വരാം. പിതാവിൻ്റെ ഇപ്പോൾ ഉള്ള ചികിത്സകൾ മാറ്റി ചികിത്സിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാതാവിൻ്റെ ഇപ്പോൾ ഉള്ള ചികിത്സകൾ മാറ്റി ചികിത്സിച്ച് കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് ഭേദം ഉണ്ടാകുന്നതായിരിക്കും. ശത്രുക്കളുടെ പ്രവൃത്തികൾ മൂലം തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പ്രായണ അതിലൊക്കെ ഒരു മാറ്റം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. പുതിയ വാണിജ്യ ശ്രമങ്ങൾ ഏർപ്പെടാൻ അതിൽ വിജയം കണ്ടെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. രാപ്പകൽ അധ്വാനിക്കുന്നതിലൂടെ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായെന്ന് വരാം. വിവാഹമോചനത്തിന് അടുത്ത് വരെ പോയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. മാനസിക ക്ലേശങ്ങൾ വർദ്ധിക്കാമെങ്കിലും സ്വസ്ഥത കൈവരുന്ന അവസ്ഥ ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. വ്യക്തിബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകാൻ ഇവർ ശ്രമിക്കേണ്ടതാണ്. ആഭരണങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ചെറു യാത്രകൾ സുഖകരമായിട്ട് ചെയ്യാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏജൻസി ഇടപാട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും. ഉദ്യോഗത്തിലായാലും സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാവരുടെയും ബഹുമാനം ലഭിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. വീടിൻ്റെ സ്ഥാനദോഷ നിമിത്തം ചില രോഗപീഠകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക. ഇവർക്ക് മലഞ്ചരക്ക് വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ചെയ്യുന്ന ജോലിയിൽ നല്ല ഒരു സന്തോഷം ഇവർക്ക് ഉണ്ടാകുന്ന അവസ്ഥ വന്നു ചേരും. രോഗത്തിന് ശസ്ത്രക്രിയകൾ എന്തെങ്കിലും ആവശ്യമായിട്ട് വരാം, അത് ഒരാളെ കൂടെ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാവൂ എന്നും പറയുന്നുണ്ട്. പുസ്തക നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക്, അല്ലെങ്കിൽ പേപ്പർ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. തൊഴിലാളികൾക്ക് അയാൾ നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ക്ഷേത്ര ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. കള്ളന്മാരുടെ ശല്യം കൊണ്ട് ചില സാമഗ്രികളൊക്കെ നഷ്ടപ്പെടാം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിലും വിദേശത്ത് നിൽക്കുന്നവർക്ക് ചെറിയ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ഊഹക്കച്ചവടത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട്. ശത്രുക്കളുടെ പ്രവർത്തനത്തെ പ്രായണ വർഷാന്ത്യത്തിൽ ഇവർക്ക് പരാജയപ്പെടുത്താൻ സാധിക്കും. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭൂമി അധീനതയിലാവാനുള്ള സാഹചര്യം ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ധനപരമായിട്ട് ഉയർച്ചകളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പൊതുവേ കാണുന്നുണ്ട്. വക്കീലന്മാർക്കായാലും സർക്കാർ ജോലി നിൽക്കുന്നവർക്കായാലും നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. കോടതി ജോലി ചെയ്യുന്നവർക്കായാലും എന്തെങ്കിലുമൊക്കെ നല്ല ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനമോ വീടോ ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു വിഷയത്തിൽ എപ്പോഴും ഒരു വ്യഥകൾ, എപ്പോഴും മാനസിക വിഷമങ്ങൾ ഇവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. പൊതുവെ എന്തായാലും വർഷം കുഴപ്പമില്ല. അടുത്തത് അത്ത നക്ഷത്രമാണ്. അടുത്ത നക്ഷത്രത്തിന് സദാ ഉന്മേഷവാനായിട്ടിരിക്കുന്നൊരു വർഷമായിട്ട് ഇവർക്ക് പറയാനുണ്ട്. എല്ലാവർക്കും ഈ ആർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പറയുകയാണെങ്കിൽ സന്തോഷം കൂടുതൽ അവസ്ഥ, എന്തെങ്കിലുമൊക്കെ അവന് കൂടെ കഷ്ടപ്പെട്ട് ഭർത്താവിന് എന്തെങ്കിലുമൊക്കെ ഒരു സാമ്പത്തികം കൊടുക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. കോൺട്രാക്റ്റ് വകയിൽ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികം കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ വിലപ്പെട്ട ചില ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശ നിർമ്മിത വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ സമ്മാനമായിട്ട് ലഭിച്ചു എന്ന് വരാം. തൊഴിലിൽ ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. ജീവിതശൈലത്തിന് ചില ഉന്നതികൾ അവർക്ക് ഉണ്ടായെന്ന് വരും. തൊഴിലുകൾ ഏറ്റെടുത്ത എല്ലാ തൊഴിലുകളും സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ
ക്ലറിക്കൽ ജോലിയിലൊക്കെ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. തൊഴിൽ രഹിതർക്ക് പ്രൈവറ്റോ സർക്കാർ ജോലിയോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്വദേശത്തോ വിദേശത്തോ ഒക്കെ നല്ല ജോലിക്ക് ശ്രമിക്കുന്നവർക്കായാലും അത് ഒന്ന് അന്വേഷിച്ചിട്ട് മാത്രം നമുക്ക് ഒന്ന് ജോലിക്ക് കയറണം എന്ന് പറയാനുണ്ട്. സർക്കാർ ഭാഗത്തു നിന്നും കുറച്ച് ഗുണങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലഭിക്കാതെ പോയ പല ഭാഗങ്ങളും 2026 ലഭിക്കും എന്ന് പറയുന്നുണ്ട്. പരസ്യ മേഖല നിൽക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയപ്പെടുന്നുണ്ട്. പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, പുതിയതായിട്ട് ഇപ്പോൾ ഉള്ള ജോലി ടെസ്റ്റ് എഴുതി സ്ഥാനക്കയറ്റത്തിന് ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ശാരീരികമായിട്ട് അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിലും പ്രായണ അതിലൊക്കെ ആ വർഷാന്ത്യത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. സ്ഥലം മാറ്റം അല്ലെ സ്ഥാനക്കയറ്റത്തിന് ഉദ്ദേശിക്കുന്നത് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളെ പോലും അതിനെയൊക്കെ അതിജീവിച്ച് നല്ല രീതിയിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. യുവജനങ്ങൾക്ക് വിവാഹകാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. സ്പെയർ പാർട്സ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വർക്ക്ഷോപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കടം വീട്ടാനൊക്കെ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. തൊഴിലിൽ നല്ല ഉയർച്ചകളൊക്കെ ഉണ്ടാവുമെങ്കിലും സഹായികൾ നിമിത്തം ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പ്രായം കവിഞ്ഞ് നിൽക്കുന്നവർക്കും വിധവകൾക്ക് പുനർവിവാഹത്തിനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ധനനഷ്ടങ്ങൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത 2026 കാണുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ധനലബ്ധികൾ വർഷാന്ത്യത്തിൽ ഉണ്ടാവുമെങ്കിലും ഈ ആദ്യം കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നു ചേരാം. അതുപോലെ പല സമൂഹ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് രാഷ്ട്രീയക്കാർ കൂടെ നിൽക്കുന്നവരെ കാല് വാരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് അഡീഷണൽ ചാർജ് എന്തെങ്കിലുമൊക്കെ വഹിക്കേണ്ടതായിട്ടൊക്കെ വരാം. കോളേജുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ചില കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ സസ്പെൻഷൻ ആയിട്ട് നിൽക്കുന്നവർക്ക് തിരിച്ചു കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ജോലിയിലെ ആ ഒരു സ്ട്രെസ്സ് കാരണം ഇവർക്ക് ചിലപ്പോൾ ലീവ് എടുത്ത് കുറച്ച് ദിവസം വീട്ടിലിരിക്കേണ്ട അവസ്ഥയെ കാണുന്നുണ്ട്. സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാവുമെങ്കിലും അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതിൽ പേപ്പറിൽ ചില അക്ഷരങ്ങൾ, ചില സ്പെല്ലിങ്ങിലൊക്കെ വിഷയങ്ങളുണ്ട്, ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അനാവശ്യമായിട്ട് യാത്രകൾ ഒഴിവാക്കണം. പ്രത്യേകിച്ച് രാത്രി യാത്ര ഒഴിവാക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. ബോണ്ടുകൾ മുഖേനയോ പ്രൊമിസറി നോട്ടുകൾ മുഖേനയോ ഒക്കെ കിട്ടേണ്ട പണം പലിശയോടി കൈവന്നു ചേരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. സഹോദരൻ അല്ലെങ്കിൽ സഹോദരിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചെറിയ രീതിയിലുണ്ടാവാം. പല കാര്യങ്ങളെക്കുറിച്ചും അനാവശ്യമായിട്ട് മനസ്സ് അസ്വസ്ഥമാവുമെങ്കിലും ഇവർക്ക് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് വർഷാന്ത്യത്തിൽ ധാരാളം ധനലാഭങ്ങൾക്കുള്ള വഴി വെക്കുന്നതായിരിക്കും. അടുത്തത് ചിത്തിരി നക്ഷത്രമാണ്. ചിത്തിരി നക്ഷത്രം നമുക്ക് ചിരവ പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളുടെ കൂട്ടമായിട്ടാണ് നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. തുഷ്ടാവാണ് ഇതിൻ്റെ ദേവതയായിട്ട് പറയപ്പെടുന്നത്. രത്നമാണ് ഇത് ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. നക്ഷത്രക്കാർക്ക് ആഡംബര വസ്തുക്കളോട്, വർണ്ണവൈവിധ്യങ്ങളോട്, സുന്ദര ദൃശ്യങ്ങളോടൊക്കെ കുറച്ച് താല്പര്യം കൂടുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് കന്നിക്കൂറുകാർക്ക് വളരെ ഗുണകരമായിട്ട് പറയാം. തുലാക്കൂറുകാർക്ക് കാര്യങ്ങളിൽ കുറച്ച് താമസം നേരിടുന്ന അവസ്ഥയുണ്ടെങ്കിലും പ്രായണ കുഴപ്പമില്ല. ഈ 2026 ചിങ്ങമൊക്കെ വരുമ്പോഴത്തേക്കും ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വർഷാദ്യം കുറച്ച് ഗുണങ്ങളേറിയിരിക്കുന്ന അവസ്ഥ, വർഷാന്ത്യത്തിൽ കുറച്ച് ദോഷങ്ങളേറി നിൽക്കുന്ന അവസ്ഥ ഇവർക്ക് പറയാമെങ്കിലും ഇവർക്ക് ഭാഗ്യം കുറച്ച് കൂടിയ സമയമായിട്ട് ആ ഭാഗ്യം കൊണ്ട് ഇവരുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും എന്ന അവസ്ഥ വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ദൂരയാത്രകൾ ഗുണം ചെയ്യുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിനായിട്ട് സമയം, ധനം ഇവയൊക്കെ ചെലവഴിക്കേണ്ട സാഹചര്യം വന്നു ചേരും. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വീടോ ഭൂമിയോ അധീനതയിലാവാനുള്ള യോഗമൊക്കെ ഇവർ കാണുന്നുണ്ട്. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള യോഗം കാണുന്നുണ്ട്. ആരോഗ്യം സ്ഥിതി മെച്ചപ്പെടുന്ന അവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. വീട്ടിൽ സ്വസ്ഥത കുറച്ച് കുറയുന്ന അവസ്ഥ വർഷം മധ്യത്തിൽ കാണുന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് നല്ല സമയമാണ്. വീട്ടിൽ എന്തെങ്കിലും മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. കർമ്മരംഗം അഭിവൃദ്ധിപ്പെടുന്ന അവസ്ഥ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വിനോദയാത്രകൾ, ആഡംബര വസ്തുക്കൾ എന്തെങ്കിലും വാങ്ങിക്കാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച്, അല്ലെങ്കിൽ തൊഴിലായ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഇവർക്ക് സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നതായിരിക്കും. പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വീട്ടമ്മമാർക്ക് മാനസികമായിട്ട് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാമെങ്കിൽ പ്രായണ കുഴപ്പമില്ലാത്ത അവസ്ഥ പറയാം. അവൻ്റെ കാര്യത്തിനായിട്ട് ഒരുപാട് അലയുന്നു എന്നൊരു മാനസിക വ്യഥകൾ ഇവർക്ക് ഉണ്ടായെന്ന് വരാം. സ്വത്തുക്കൾ ഭൂരിഭാഗവും മറ്റുള്ള സഹോദരങ്ങൾ കൊണ്ടുപോയി എന്നൊരു വിഷമം ഇവർക്ക് എപ്പോഴും ഉണ്ടായി എന്ന് വരാം. പിതാവിൻ്റെ മാതാവിൻ്റെ അസുഖങ്ങൾക്കായിട്ട് ധനം ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഉത്സവാദി കാര്യങ്ങൾക്കായിട്ട് ധനം ചെലവഴിക്കേണ്ട അവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. പുറത്ത് ജോലി ചെയ്യുന്നവർ എന്തെങ്കിലും വിശേഷമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മധ്യസ്ഥത നിൽക്കുന്ന കഴിവതും ഒഴിവാക്കണമെന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വക്കീലന്മാർക്കായാലും ഡോക്ടർമാർക്കായാലും എഞ്ചിനീയർമാർക്കായാലും നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വീട്ടിൽ കള്ളന്മാരുടെ ശല്യം കുറച്ചുണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കൂട്ടുകച്ചവടം വിജയിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. സമൂഹ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയൊക്കെ ഏറുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അനാവശ്യമായിട്ട് ഉള്ള സംസാരം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വേണ്ടപ്പെട്ടവർക്ക്
ആകസ്മികമായിട്ടുള്ള വിയോഗം മൂലം ഇവർക്ക് വിഷമതകളൊക്കെ ഉണ്ടായിന്ന് വരാം. കർമ്മരംഗത്ത് നിന്നും വലിയ അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതൃസ്വത്തെ ചൊല്ലി കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പ്രായണത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാവുന്നതായിരിക്കും. കുടുംബത്തിലെ സഹോദരന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. ചിലപ്പം ധാരാളം പണച്ചെലവ് സഹോദരന്മാർക്കിലെ സഹോദരിമാർക്ക് ചിലവഴിച്ചു എന്നൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ അതൊക്കെ വർഷാന്ത്യത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. ഉദരസംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഗൃഹത്തിൽ എന്തെങ്കിലും മംഗളകാര്യങ്ങളും മംഗളഹോമങ്ങളോ ഒക്കെ നടത്താൻ, വീട് അനേകകാലമായിട്ട് മുടി പിടിപ്പിക്കാത്ത വീട് മുടി പിടിപ്പിക്കാനോ അല്ലെ സന്താനങ്ങൾക്ക് ജോലി കിട്ടാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഈ ഒരു വർഷം കാണുന്നുണ്ട്. പൊതുവെ എന്തായാലും നല്ലൊരു സമയമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ്. ചോദ്യ നക്ഷത്രം ഇവർക്ക് ആകാശത്ത് പൊൻകട്ട പോലെ കാണപ്പെടുന്ന നക്ഷത്രങ്ങളുടെ സമൂഹമായിട്ടാണ് ചോദ്യ നക്ഷത്രത്തെ പറയപ്പെടുന്നത്. വായുവാണ് എൻ്റെ ദേവതയായിട്ട് വരുന്നത്. മുടച്ചു വന്ന് കാറ്റിലാടുന്ന തെയ്യാണ് ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർക്ക് കൊല്ലം നമുക്ക് ഒരു 4 മാസം ഗുണം കുറയുന്ന അവസ്ഥ, പിന്നെ അങ്ങോട്ട് ഗുണങ്ങൾ കൂടി നിൽക്കുന്ന അവസ്ഥയാണ് പറയപ്പെടുന്നത്. ഇവർക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, നെയ്വിളക്ക് കൊടുത്ത് ഇതിലൂടെ ആ ഒരു ദോഷം മാറി കിട്ടുന്നതായിരിക്കും. ബന്ധുക്കളുമായിട്ട് ഒത്തുചേർന്ന് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൃഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ആദായം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹായികൾ മുഖേന വലിയ രീതിയിലുള്ള ലാഭങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരാം. വിദ്യാർത്ഥിനികൾക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയപരമായിട്ട് പുരോഗതി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കർമ്മരംഗത്ത് വിജയം ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന ഒരു വർഷമായിട്ട് ഇവർക്ക് പറയാവുന്നതാണ്. വാക്ക് തർക്കങ്ങൾ പെടാതിരിക്കാൻ ശ്രമിക്കുക. ജോലി സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ധാരാളം യാത്രകൾ ചെയ്യേണ്ട അവസ്ഥ, മുൻകോപം നിയന്ത്രിക്കണം എന്നൊരു സാഹചര്യം ഇവർക്ക് കാണുന്നുണ്ട്. അതുപോലെ കലാപരമായിട്ട് ബന്ധപ്പെടുത്തിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. കൂട്ടുകാരും മൊത്ത് ഉല്ലാസയാത്രകളൊക്കെ സംഘടിപ്പിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അസാധാരണമായിട്ട് ഇവർക്ക് ചില ഭീതി ഉണ്ടായെന്ന് വരാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. നിസ്സാരവൽക്കരിക്കുന്ന രോഗങ്ങൾ ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് വരാം. പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കാൻ അത് മുഖേന ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് വാഹനാപകടത്തിൽ ഫലകരമായിട്ട് രക്ഷപ്പെടാനുള്ള അവസ്ഥയും കാണുന്നുണ്ട്. പുതിയ ഗൃഹത്തിൽ താമസിക്കാനുള്ള യോഗം വന്നു ചേരുന്നതായിരിക്കും. തൊഴിൽ രംഗത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഇവർ പ്രായണതിലൊക്കെ ഇവരുടെ ആ ഒരു വാക്ചാതുര്യം കൊണ്ട് അതിലൊക്കെ മാറ്റം വരുത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും. സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. ആരോപണങ്ങൾക്ക് ഒന്നും വിധേയമാവാതിരിക്കും. ആരോപണങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഒരു മുന്നോട്ട് പോകുന്നതായിരിക്കും. ബിസിനസ്സിൽ പണം മുടക്കുമ്പോൾ ശ്രദ്ധിച്ച് പണം മുടക്കണമെന്ന് പറയാനുണ്ട്. ഭൂമി ക്രയവിക്രയം നടത്തുമ്പോൾ അതിൽ ലാഭം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നും ലാഭം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗുണമില്ലാത്ത ജോലിക്കാരെയൊക്കെ പറഞ്ഞു വിട്ട് പുതിയ ജോലിക്കാരെയൊക്കെ തൊഴിൽ ഏർപ്പെടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില വിലപിടിപ്പുള്ള രേഖകൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതൃതുല്യരായവർക്ക് കുറച്ച് രോഗം വർദ്ധിക്കാനുള്ള സാധ്യത, ഗുരുക്കന്മാരുടെ അനുഗ്രഹം കിട്ടാനുള്ള അവസ്ഥ, ആരോഗ്യനില പൊതുവെ അവനവന് അഭിവൃദ്ധിപ്പെടുന്നതിൻ്റെ വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. പഴയ വീട് പുതുക്കി പണിയാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. സന്താനങ്ങളുടെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയുന്നുണ്ട്. ജോലി കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യവസായശാലകളിൽ ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാകും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മേലധികാരിയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ചെറിയ അപ്രീതിക്കുള്ള വാക്കുകളൊക്കെ ഉണ്ടാകും. അതിനകത്ത് പ്രശ്നങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഔദ്യോഗികപരമായിട്ട് യാത്രകളൊക്കെ ചെയ്യുന്ന വിജയകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. നൂതനമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ ആഡംബര വസ്തുക്കളുടെ ബിസിനസ്സുകൾ ചെയ്യുന്ന നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. അന്യദേശത്തുള്ളവർക്ക് നാട്ടിൽ വരാനുള്ള യോഗം കാണുന്നുണ്ട്. വിവാഹ നിശ്ചയം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്ക് പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിതാവിൻ്റെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിവാസമൊക്കെ ആവശ്യമായിട്ട് വരാം. സമയക്കുറവ് മൂലം പല കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിഷമം ഇവർക്ക് ഉണ്ടായെന്ന് വരും. ഭാര്യാഗൃഹത്തിലേക്ക് എന്തെങ്കിലും അടിയന്തരമായിട്ട് സാമ്പത്തിക സഹായങ്ങളൊക്കെ കൊടുക്കേണ്ട അവസരങ്ങളൊക്കെ വരാം. ഉദ്യോഗത്തിൽ പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അയൽപക്കരുമായിട്ട് അതിർത്തി പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അടുത്തത് വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രം 2 കൂറുണ്ട്. 2 കൂറിലെ ഫലങ്ങൾ സംയോജിപ്പിച്ചാണ് നമ്മൾ ഈ ഫലങ്ങളെ പറയുന്നത്. വട്ടക്കിണർ പോലെ കാണപ്പെടുന്ന 9 നക്ഷത്രങ്ങൾ ചേർന്ന ഒരു സമൂഹമായിട്ടാണ് വിശാഖ നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. ഇന്ദ്രാഗ്നികളാണ് ഒരു ദേവതയായിട്ട് പറയപ്പെടുന്നത്. പറിച്ചെടുത്ത ഇലകൾ കൊണ്ട് തോരണം തൂക്കിയ പോലെയാണ് ഈ ഒരു ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. വിശാഖം തുലാക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും വൃശ്ചികക്കൂറുകാർക്ക് ഗുണഫലങ്ങളുമാണ് പറയപ്പെടുന്നത്. സർക്കാർ ജോലി ചെയ്യുന്നവർക്കായാലും പ്രൊമോഷൻ ലഭിക്കാനുള്ള അവസ്ഥ, ബിസിനസ്സിലായാലും അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ, അവരവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് തന്നെ അതിനുള്ള വേതനം കിട്ടുന്ന അവസ്ഥകൾ പറയാവുന്നതാണ്. പുതിയ പ്രവൃത്തികൾ ഏർപ്പെടുമ്പോൾ അതിനെപ്പറ്റി നല്ലോണം ആലോചിച്ച് മാത്രമേ ഏർപ്പെടാവൂ എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ
കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. മേലുദ്യോഗസ്ഥരുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്കാവുന്നതായിരിക്കും. ഇവർക്ക് ഗൃഹാന്തരീക്ഷം പൊതുവെ സുഖകരമായിട്ട് പറയുന്നുണ്ട്. ശ്രമിച്ചു കഴിഞ്ഞാൽ പങ്കാളിക്കോ മക്കൾക്കോ ഒക്കെ ജോലി കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ ഉണർവ് അനുഭവപ്പെടുന്നതായിരിക്കും. സ്ത്രീകൾ മുഖേന സഹായങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. പിതൃസ്വത്ത് അനുഭവയോഗ്യമാവുന്നതായിരിക്കും. അമിതമായിട്ടുള്ള അധ്വാനം കൊണ്ട് ശരീരക്ഷീണം വർദ്ധിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ചില്ലറ അസുഖങ്ങളൊക്കെ വന്നു ചേർന്നു വരാം. ഭൂമിയോ വീടോ വാങ്ങിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ഉദ്യോഗത്തിൽ പ്രവേശിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. രമ്യമായിട്ട് ഭരിക്കേണ്ട വിഷയങ്ങൾ കുറച്ച് വഷളാക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. വഷളാക്കാതിരിക്കുക. സർക്കാരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാക്കുതർക്കപ്പെട്ട് കിടക്കുന്ന ഭൂമികളൊക്കെ അതൊക്കെ പരിഹരിച്ച് നല്ല വിലയ്ക്ക് വിൽക്കാനുള്ളതാവുന്നതായിരിക്കും. ഒഴിഞ്ഞു നിൽക്കുന്ന പല കാര്യങ്ങളിലും ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാണ്. നല്ല കാര്യങ്ങളും നോക്കി മാത്രം പ്രവർത്തിക്കുക. സാമ്പത്തിക നില പൊതുവെ ഭദ്രമായിട്ട് ഇവർക്ക് ഈ വർഷം പറയാവുന്നതാണ്. പുരോഗതിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. യാത്രകൾ പലതും വിഫലമാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് മാത്രം യാത്രകൾ ചെയ്യുക. വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസ്ഥ, അഗ്നിബാധയിൽ രക്ഷപ്പെടാനുള്ള അവസ്ഥ ഇവയെ കാണുന്നുണ്ട്. സമൂഹത്തിന് മുൻപിൽ ചെറിയതിൽ അപമാനിതാനുള്ള സാധ്യത ഉണ്ടെങ്കിലും അത് തലനാരിഴയ്ക്ക് മാറിപ്പോകുന്നതായിരിക്കും. ബന്ധുക്കളുടെ ഒരു വാക്കുകൾ കേട്ട് കഴിവതും പ്രവർത്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. വീടിൻ്റെ പണി പുനരാരംഭിക്കാനുള്ള സാധ്യത, പഴയ സ്വർണ്ണങ്ങളൊക്കെ വിറ്റ് പുതിയ സ്വർണം വാങ്ങിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അവൻ്റെ ആവശ്യത്തിനായിട്ട് ഒരുപാട് അലച്ചിലുകൾ അലയേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. മനസ്സിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും സുഹൃത്തുക്കളുമായിട്ട് ചെറിയ കലഹതയൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ വർഷം മധ്യത്തിൽ ഇവർക്ക് കാണുന്നുണ്ട്. മംഗളകാര്യങ്ങൾക്കായിട്ട് നാട്ടിൽ വരാനുള്ള സാധ്യതയുണ്ട്. കൂട്ടുകച്ചവടത്തിൽ നിൽക്കുന്നവർക്ക് പിരിയാനുള്ളൊരു സാധ്യതയാണ് കാണപ്പെടുന്നത്. ശത്രുക്കളുമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലം അല്ലെങ്കിൽ ഓഫീസിലുള്ള കണ്ടാൽ ചിരിച്ചു കാണെങ്കിൽ ശത്രുക്കളുമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെന്ന് വരാം. ആഗ്രഹ നിവൃത്തിക്കായിട്ട് വളരെ പരിശ്രമിക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഗൃഹോപകരണങ്ങളൊക്കെ മാറ്റി വാങ്ങിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പുതിയ മാനേജരെ നിയമിക്കാനുള്ള അവസ്ഥയൊക്കെ വന്നു ചേരുന്നതാണ്. ഗുരുജനങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് കുറച്ച് ധനം ചെലവഴിക്കേണ്ട അവസ്ഥ വരാം. ഗുരുജനങ്ങളുടെ ഉപദേശം വാങ്ങിക്കുന്ന ഈ വർഷം നന്നായിരിക്കും. മേലധികാരിയിൽ നിന്നും ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അവധി എടുക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് അവധി എടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുൻകോപം കുറച്ച് കുറയ്ക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. സ്വപ്രയത്നത്താൽ സമ്പാദിച്ച സ്വത്തുക്കൾ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏത് കാര്യത്തിൽ പ്രവേശിച്ചാലും അതിന് ഒരു ചെറിയ കാലതാമസം നേരിടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് വർഷാന്ത്യത്തിൽ. വീട് വിട്ട് താമസിച്ചാൽ കൊള്ളാം എന്ന് വരെ ഉള്ള സാഹചര്യം ഇവർക്ക് ഉണ്ടായെന്ന് വരാം. സുഹൃത്തുക്കളിൽ നിന്ന് പ്രതീക്ഷ ഒരു സ്വീകരണം ചിലപ്പം കിട്ടിയെന്ന് വരികയില്ല വർഷാന്ത്യത്തിൽ. പൂർവികമായ സ്വത്തുക്കളൊക്കെ തർക്കങ്ങൾ തീർത്ത് വിൽക്കാനാവുന്നതായിരിക്കും. സന്താനലബ്ധിക്ക് ആയിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യേണ്ട ആവശ്യമൊക്കെ പറയുന്നുണ്ട്. കുടുംബത്തിൽ പുരോഗതി ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അലട്ടലുകൾ കുറച്ച് കൂടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പൂർവികമായിട്ട് സ്വത്തുക്കൾ വന്നു ചേർന്നതിനെപ്പറ്റി കുറച്ച് ദുഷിപ്പുകളൊക്കെ കേൾക്കേണ്ട അവസ്ഥയൊക്കെ വരാം. പൂർവിക സ്വത്ത് അധീനതയിലാവുന്നതായിരിക്കും വർഷാന്ത്യത്തിൽ. ഉന്നത വ്യക്തികളുമായിട്ട് വ്യക്തിബന്ധം പുലർത്താൻ ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളുമായിട്ട് രമ്യതയാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പല ത്യാഗങ്ങളും സഹിക്കേണ്ട ഒരു വർഷമായിട്ട് ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. സ്ത്രീകൾ നിമിത്തം വർഷാന്ത്യത്തിൽ ചെറിയ ഒരു പഴിയൊക്കെ കേൾക്കാമെങ്കിലും അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ സത്യസന്ധത വെളിപ്പെടുന്നതായിരിക്കും. അടുത്തത് അനിഴ നക്ഷത്രമാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട അനിഴ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ല് പോലെ കാണപ്പെടുന്ന 9 നക്ഷത്രങ്ങൾ ചേർന്നാണ് അനിഴ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മിത്രനാണ് ദേവത. ഇതിൻ്റെ ചിഹ്നം അലങ്കൃത കവാടമാണ്. നമുക്ക് ചെറുപ്പകാലത്ത് ഒരുപാട് പരിശ്രമിച്ച് ഇവർക്ക് നല്ല ഉയർച്ചയെത്തുന്ന നക്ഷത്രമായിട്ടാണ് അനിഴ നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. നക്ഷത്രക്കാർക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ്. കർമ്മത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ ഉദ്ദേശ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യത, നല്ല നൂതനമായ വീട് വെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭരണി നക്ഷത്രമാണ് ഇവരുടെ വേദമായിട്ട് പറയപ്പെടുന്നത്. മകയിരമര, തിരുവാതിര, പുണർതം മുക്കാല് ഈ ദിവസങ്ങൾ വരുന്ന ഒരു മംഗളകാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് മേടം, കന്നി, മകരം മാസങ്ങൾ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. പരമശിവനെ ഭജിക്കുന്നത്, ജലധാര, പിൻവിളക്ക് വഴിപാട് ചെയ്യുന്നത് ഈ വർഷം ഗുണകരമായിട്ട് വരാൻ സഹായിക്കും. എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. കൃഷി സംബന്ധമായിട്ട് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുമെങ്കിലും പുതിയ ഉപകരണങ്ങൾക്കായിട്ട് ലോൺ എടുക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. കുറച്ച് ചിലവുകൾ വർദ്ധിക്കുന്നൊരു വർഷം ആദ്യം ഇവർക്കൊരു ഫലങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. മൊത്തക്കച്ചവടം നടത്തുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമായിട്ട് പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങൾ പഠിപ്പിനൊത്ത് തന്നെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നും അനുകൂലമായിട്ട് ഇടപാടുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പൂർവിക സ്വത്തുക്കൾ അധീനതയെ വന്നു ചേരും. ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിനെയൊക്കെ ഇവർ തൃണവൽക്കരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. ദൂരയാത്രകൾ ചെയ്യേണ്ട അവസരങ്ങൾ വരുന്നതായിരിക്കും. ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതായിരിക്കും. നല്ല ജോലി കിട്ടാനുള്ള സാധ്യത, പ്രത്യേകിച്ച് സർക്കാർ, അർദ്ധ സർക്കാർ, കേന്ദ്ര സർക്കാർ ജോലിക്കൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ത്രീജനങ്ങൾക്ക് ഗർഭാശയ സംബന്ധമായിട്ട് ചെറിയ
രോഗങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് ഒരു ഡോക്ടറോടെ കാണിച്ചിട്ട് അതിന് അന്തിമ തീരുമാനം എടുക്കാമെന്ന് പറയാനുണ്ട്. സാഹിത്യകാരന്മാർക്ക് ഏറ്റവും നല്ലൊരു സമയമായിട്ട് പറയാം. പണവും പ്രശസ്തിയൊക്കെ ഉയർന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയക്കാർക്കും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. സ്ഥിര നിക്ഷേപങ്ങൾ എന്തെങ്കിലും തുടങ്ങുന്നതായിരിക്കും. പല കാര്യങ്ങളിലും ധീരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട അവസ്ഥയെ കാണുന്നുണ്ട്. ഉദ്ദേശിച്ച ഫലം യാത്രകൾ കിട്ടിയെന്ന് വരികയില്ല വർഷം മധ്യത്തിൽ. ഗൃഹത്തിൽ ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും വർഷം മധ്യത്തിൽ കാണുന്നുണ്ട്. അവൻ്റെ ശ്രദ്ധക്കുറവ് മൂലം സാമ്പത്തിക നഷ്ടങ്ങളും വർഷം മധ്യത്തിൽ ഉണ്ടാകാം. അമ്മയുടെ സ്വത്തുക്കൾ പങ്കുവെക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായെന്ന് വരാം. കൃഷിയിൽ നിന്ന് വരുമാനം വർദ്ധിക്കുന്ന അവസ്ഥ. സ്ത്രീകൾക്കായാലും എന്തെങ്കിലും ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ വിജയം ഉണ്ടാവുമെങ്കിലും ചില സുഹൃത്തുക്കൾ മുഖേന കൂട്ടുകച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു വർഷം പൊതുവെ ഗുണകരമായിട്ട് പറയാവുന്നതാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും നിഷ്കർഷ, പ്രത്യേകിച്ച് സമയനിഷ്ഠ പാലിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. വാഹനാപകടം ചെറിയ രീതിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അതുപോലെ ബിസിനസ്സിൽ പുതിയ ആശയങ്ങളൊക്കെ നടപ്പിലാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതിൻ്റെ പെരുമരാളികളോട് ശ്രദ്ധിച്ചിട്ട് നടപ്പിലാക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. ആരോഗ്യഹാനി സഹോദരന്മാർക്ക് ഒന്ന് കാണുന്നത് ശ്രദ്ധിക്കുക. കൃഷിയിൽ നഷ്ടങ്ങൾ സഹോദരന്മാർക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമുക്ക് വർഷാവസാനം വളരെ ഗുണകരമായിട്ടാണ് ഇവർക്ക് പറയപ്പെടുന്നത്. ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഇവർക്ക് ആവുന്നതായിരിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത. ഗുരുതുല്യരായിട്ടുള്ള ബന്ധുവിന് എന്തെങ്കിലുമൊക്കെ ചികിത്സയ്ക്കായിട്ട് പൈസ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയെ കാണപ്പെടുന്നുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ ജോലിഭാരം വർദ്ധിക്കുന്ന അവസ്ഥ കാണപ്പെടുന്നുണ്ട്. അതുപോലെ വരുമാനം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരോഗ്യ തൃപ്തികരമായിട്ട് വരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങിക്കാനുള്ള യോഗം ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. കുടുംബസമേതം പുണ്യയാത്രകൾ, തീർത്ഥയാത്രകളൊക്കെ നടത്താനുള്ള സാഹചര്യം വന്നു ചേരുന്നതായിരിക്കും. പ്രേമകാര്യങ്ങൾ വിജയമുണ്ടാകും. വിവാഹത്തിൽ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. നികുതി സംബന്ധമായ ചെറിയ കേസുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. കുന്തം പോലെ കാണപ്പെടുന്ന 3 നക്ഷത്രങ്ങളുടെ കൂട്ടമായിട്ടാണ് തൃക്കേട്ട നക്ഷത്രത്തെ പറയപ്പെടുന്നത്. ഇന്ദ്രനാണ് ഇതിൻ്റെ ദേവതയായിട്ട് പറയപ്പെടുന്നത്. രക്ഷാകങ്കണമാണ് ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർ പൊതുവെ അധ്വാനശീലം, കർമ്മനിരതരായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽ വെച്ചാൽ സ്ത്രീകൾക്ക് കുറച്ച് സാമർഥ്യം കൂടുന്ന അവസ്ഥ കാണുന്നുണ്ട്. ഇവർ എല്ലാ കാര്യങ്ങളിലും ഒരു എടുത്തുചാട്ടം ഉണ്ട് എന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുമെങ്കിൽ നിങ്ങൾ എടുത്തിയായിട്ടൊന്നും അവർക്ക് കാണത്തില്ല. നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ സമയമായിട്ട് പറയാം. കൊല്ല അന്ത്യത്തിൽ സ്വല്പം തടസ്സങ്ങളൊക്കെ നേരിടാമെങ്കിലും പുതിയ വീട് നിർമ്മാണത്തിനൊക്കെ ഉദ്ദേശിക്കുന്നത് നല്ല സമയമായിട്ട് പറയാം. ഇതിൽ സ്ത്രീകൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുരുഷന്മാർക്ക് വിവാഹ നിശ്ചയം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവൻ്റെ തൊഴിൽ രംഗത്ത് വേണ്ടത്ര ശോഭിക്കാൻ കഴിയുന്നില്ല എന്നൊരു വിഷമം ഉണ്ടാവുമെങ്കിലും പക്ഷേ ആ സമയത്ത് നല്ലോണം ശോഭിച്ച് നിൽക്കുകയായിരിക്കും ഇവർ. എന്നിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. വാഹനങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. പ്രായമായവർക്കായാലും ആനുകൂല്യങ്ങൾ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല സമയമായിട്ട് പറയാം. ഇവർക്ക് ലോണോ അല്ലെ ക്രെഡിറ്റ് കാർഡോ കാര്യങ്ങളൊക്കെ ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത. അതൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അകാരണമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുന്നൊരു വ്യഥ ഇവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഭീതി ഇവർക്ക് എപ്പോഴും ഉണ്ടായിന്ന് വരാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ കൂട്ടുകച്ചവടം കഴിവതും ഒഴിവാക്കണം എന്നൊരവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നു. തർക്കത്തിൽ കിടന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മധ്യസ്ഥത നിന്ന് പരിഹരിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. അവൻ്റെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം കിട്ടുന്നില്ല എന്നൊരു വിഷമം ഇവർക്ക് ഉണ്ടായെന്ന് തരും. അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പല കാര്യങ്ങളിലും മുൻപിൻ ആലോചനയില്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥ ഈ വർഷം മധ്യത്തിൽ അവർക്ക് കാണുന്നുണ്ട്. ഇൻഷുറൻസ് തുക കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് എന്തെങ്കിലും കാര്യം ബന്ധപ്പെട്ടിട്ട്. പ്രിയപ്പെട്ടവരുടെ തിരോധാനമോ അല്ല അവരുടെ പിണക്കമോ ആയിട്ട് ബന്ധപ്പെട്ട് മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുമ്പം സ്ത്രീകൾ കഴിവതും പാർട്ട്ണർഷിപ്പ് ആക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പട്ടാളം, പോലീസ് എന്നീ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് പ്രമോഷനുള്ള സാധ്യത കാണുന്നുണ്ട്. തുടർന്ന് വരുന്ന പല കാര്യങ്ങളിലും അതായത് നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ അതനുസരിച്ച് പ്രയോജനം കിട്ടുന്നില്ല എന്നൊരവസ്ഥയൊക്കെ ഇവർക്ക് വർഷം മധ്യത്തിന് ശേഷം മാറ്റം വരുന്നതായിരിക്കും. ഒരു തടങ്കലിൽപ്പെട്ട പോലെ അവസ്ഥകളൊക്കെ ഇവർക്ക് മധ്യ സമയത്തൊക്കെ ഇവർക്ക് ഉണ്ടായിന്ന് വരാം. വാഹനങ്ങൾ മുഖേന വരുമാന വർധനവ് കാണുന്നുണ്ട്. ഭൂമി മുഖേന വരുമാന വർധനവ് കാണുന്നുണ്ട്. പഴയ ആഭരണങ്ങൾ എന്തെങ്കിലും മാറ്റി വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. വീട്ടിൽ എന്തെങ്കിലും മംഗളകാര്യങ്ങൾ നടക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഭാര്യയുടെ സമ്പത്ത് അനുഭവയോഗ്യമാകുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. നല്ല പ്രമോഷൻ, നല്ല ആനുകൂല്യങ്ങൾ കിട്ടുന്നതിൻ്റെ വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളും നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെറിയ കോട്ടങ്ങളും കാണുന്നുണ്ട്. പ്രായം കവിഞ്ഞ് നിൽക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് ഒക്കെ നല്ല സമയമായിട്ട് പറയാം. പല പ്രതിസന്ധികളെ നിഷ്പ്രയാസം ഇത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. വർഷം മധ്യത്തിന് ശേഷം ഇവർ ഇടപെട്ട പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള യോഗം കാണപ്പെടുന്നുണ്ട്.
ഭൂമിയോ വീടോ വാങ്ങാനിരിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ഇവർക്ക് വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് ബോണ്ടുകൾ അതുപോലെ തന്നെ പ്രോമിസറി നോട്ടുകളൊക്കെ മുഖേന പണം കണ്ടെത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. വാഹനങ്ങൾ ക്രയവിക്രയമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ നഷ്ടങ്ങൾ വർഷാന്ത്യത്തിൽ ഉണ്ടായെന്ന് വരാം. വർക്ക്ഷോപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. കൃഷി വകയിലും വാടക ഇനത്തിലും ഒക്കെയുള്ള വരുമാനം വർദ്ധിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. വാഹനാപകടം വരാതെ വളരെ ശ്രദ്ധ കൊടുക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് ശത്രുക്കൾ ഉണ്ടെന്നുള്ള ധാരണ എപ്പോഴും ഇവർക്ക് കാണും. ശരിക്കും ശത്രുക്കൾ കാണത്തില്ല. ശത്രുക്കളെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യം തന്നെയില്ല. ഇവർക്ക് വിജ്ഞാനങ്ങൾ കുറച്ച് താല്പര്യം കൂടുതൽ കാണിക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവാമെങ്കിലും ഇവർക്ക് പ്രായേണ സഹോദരന്മാരുമായിട്ട് ചെറിയൊരു മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ മാറ്റി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തത് മൂലനക്ഷത്രമാണ്. മൂലനക്ഷത്രത്തിൽ എന്ന് പറഞ്ഞാൽ വാള് പോലെ 11 നക്ഷത്രങ്ങൾ ചേർന്ന കൂടിയൊരു സമൂഹമായിട്ടാണ് മൂലനക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. നിരുതിയാണ് ഇതിൻ്റെ ദേവത. ഒരു കെട്ട് വേരുകളാണ് ഒരു ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. ലക്ഷ്യബോധത്തിൽ പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാർക്ക് പുതിയ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയപ്പെടുന്നത്. കാരണം 4ലാണ് ഇവർക്ക് ശനി നിൽക്കുന്നത്. എങ്കിലും 7 വ്യാഴം നിൽക്കുന്നത് വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. ഗുണാധിക്യം തന്നെ പറയാം. എങ്കിൽ പോലും ഇവർക്ക് ശുഭകാര്യങ്ങൾ ചെയ്യുമ്പം പല ഒന്ന് നല്ലോണം ശ്രദ്ധിച്ച് മാത്രം ചെയ്യണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. സർവീസിലുള്ളവർക്ക് കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. ബാങ്കുകളിലോ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നല്ല ഒരു പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കലാകാരന്മാർക്ക് നല്ല സമയമായിട്ട് പറയാം. ബിസിനസ്സുകാർ നമുക്ക് ആദായം നല്ല ബിസിനസ്സുകൾ ചേർന്ന് ഗുണമില്ലാത്ത ബിസിനസ്സുകളൊക്കെ വിട്ട് ഗുണമുള്ള ബിസിനസ്സുകളിലേക്ക് ചേരണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഭൂമിയോ മറ്റവരോടൊപ്പമുള്ള വസ്തുക്കളോ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ചെറിയ യാത്രകൾ സുഖകരമായിട്ട് വരാൻ വീട് മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഹൃദ്രോഗത്തിൽ നിന്നൊക്കെ മുക്തി ഇടാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. സസ്പെൻഷൻ വരാനിടയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് വിജയിപ്പിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. മുഴുവിക്കാൻ പറ്റത്തില്ല എന്നുറപ്പുള്ള കാര്യങ്ങൾ കഴിവതും ഇറങ്ങി പ്രവർത്തിക്കാതിരിക്കുക. ഉദ്യോഗത്തിൽ സ്ഥലമാറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഥാനക്കയറ്റത്തെക്കുറിച്ച് കുറച്ച് വ്യാകുലതകളൊക്കെ ഉണ്ടാവാം. പുതിയ ബിസിനസ് ആസൂത്രണം ചെയ്യുന്നവർക്ക് കഴിവതും പങ്കാളിത്ത ആ ഒരു ബിസിനസ് വേണ്ട എന്ന് പറയപ്പെടുന്നുണ്ട്. ജനമധ്യത്തിൽ പ്രശസ്തി വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അധ്യാപകർക്ക് പ്രൊമോഷൻ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കാനാവുന്നതായിരിക്കും. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഊഹക്കച്ചവടത്തിൽ നല്ല ലാഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഈ സ്ത്രീകളുമായിട്ട് ചെറിയ പഴികളൊക്കെ കേൾക്കാം. അതൊക്കെ ഒന്ന് കഴിവതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വ്യവഹാര കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ളൊരു വിധി ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവും. വാഹനങ്ങൾ മാറ്റി വാങ്ങിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഏറ്റെടുത്ത എല്ലാ പ്രവൃത്തികളും വിജയം കൈവരിക്കും. ജനമധ്യത്തിൽ അംഗീകാരം വർദ്ധിക്കുമെങ്കിലും വീട്ടിലത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നൊരു വിഷമം ഇവരെ വേട്ടയാടിയെന്ന് വരാം. ഇവർക്ക് സ്ത്രീകൾക്ക് കുറച്ച് രോഗങ്ങൾ വർദ്ധിക്കുന്ന വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള അവസ്ഥ, സന്താനങ്ങൾ ഉണ്ടാകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ഭൂമി വാങ്ങിക്കാൻ അതുപോലെ ചില ക്രൂരമായ വാക്കുകളൊക്കെ പറഞ്ഞത് മുഖേന ശത്രുക്കളെ സൃഷ്ടിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടെന്ന് കരുതിയ പല വസ്തുക്കളും തിരിച്ചു കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയതായിട്ട് സർവീസിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയാം. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിട്ടുള്ള നടപടിയൊക്കെ ഉണ്ടായെന്ന് വരാം. സന്താനങ്ങളുടെ കാര്യത്തിനായിട്ട് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട അവസ്ഥയൊക്കെ അവർക്ക് വന്നു ചേരുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് കൂടുതലായിട്ട് ആകർഷകമായിട്ടുള്ള ശമ്പളം കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. കുടുംബ സംബന്ധമായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടേണ്ട സമയത്ത് കിട്ടും എന്നൊരവസ്ഥ പറയുന്നുണ്ട്. പ്രവർത്തന രംഗത്ത് കുറച്ച് കൂടുതലായിട്ട് ഊർജ്ജസ്വലത പ്രകടമാക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. കുടുംബത്തിൽ സുഖവും ശ്രേയസ്സും പ്രശസ്തിയും ഒക്കെ നമുക്ക് നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. ക്രയവിക്രയവുമായിട്ട് ബന്ധപ്പെട്ട് ധനനേട്ടം ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ആഡംബര വസ്തുക്കൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വർക്ക്ഷോപ്പുമായിട്ടോ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സാമ്പത്തിക ലാഭങ്ങൾ അവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ചില ന്യായാധിപന്മാർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗം കാണപ്പെടുന്നുണ്ട്. കടബാധ്യതകൾ തീർക്കാൻ, ജോലി ഭാരം കുറയ്ക്കാൻ, സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാവാൻ ഒക്കെയുള്ളൊരു വർഷമായിട്ട് നമുക്ക് ഇവർക്ക് പറയാവുന്നതാണ്. അടുത്തത് പുരാട നക്ഷത്രമാണ്. പുരാട നക്ഷത്രത്തിന് 2 നക്ഷത്രങ്ങൾക്കിടയിലുള്ള ഒരു കൂട്ടമായിട്ടാണ് പുരാട നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. ജലമാണ് ഇതിൻ്റെ ദേവതയായിട്ട്. മുറമോ വിശറിയോ ഒക്കെയാണ് ഇത് ചിഹ്നമായിട്ടൊക്കെ പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർ പൊതുവിൽ വിശാല മനസ്കരായിരിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ ഇവർക്കൊരു മനസ്സ് കാണും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സമ്മിശ്ര ഫലമായിട്ട് ഗുണഫലങ്ങളേറിയ അവസ്ഥയും പറയപ്പെടാം. പ്രത്യേകിച്ച് ആരോഗ്യ ഗുണങ്ങളേറുക, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നല്ല ഒരു വിദ്യാ പുരോഗതി ഉണ്ടാവുക, സ്കോളർഷിപ്പ് കിട്ടുക, വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ടൊക്കെ പറയാം. ഇവർക്ക് പുണർതം, കാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഇടവം, ചിങ്ങം, തുലാം, കുംഭം മാസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. ഇവർ മഹാവിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത്, പാൽപ്പായസം ഭഗവാൻ വഴിപാട് കഴിപ്പിക്കുന്ന, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുന്ന ഏറ്റവും നന്നായിരിക്കും.
കുടുംബകാര്യങ്ങൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്ന് പറയപ്പെടുന്നുണ്ട്. വാഹനങ്ങൾ വിൽക്കുമ്പോഴും വാങ്ങിക്കുമ്പോഴും ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. തൊഴിൽ നിൽക്കുന്നവർക്ക് ജോലി ഭാരം കുറച്ച് വർദ്ധിക്കാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. നിഗൂഢമായിട്ടുള്ള ശത്രുക്കളെ കരുതിയിരിക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. വൃക്ക സംബന്ധമായ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഡോക്ടറോടെ കണ്ടിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ മുതലായ കാര്യങ്ങൾ ചെയ്യാമെന്നും പറയപ്പെടുന്നുണ്ട്. വിലപ്പെട്ട ഗൃഹോപകരണങ്ങൾക്കായിട്ട് പണം ചെലവഴിക്കുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. പിതാവിന് അല്ലറ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾ കുറച്ച് അലസത കാണിക്കും, അതൊക്കെ നീക്കി വെച്ച് മുന്നോട്ട് പോകണം. മനസ്സിന് ഉന്മേഷം നൽകുന്ന ചില വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ ഇവർക്ക് കിട്ടുന്നതായിരിക്കും. വിരുദ്ധ ഭക്ഷണങ്ങളോട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ഉണ്ടായി എന്ന് വരാം. അതുപോലെ വീട്ടിലെന്തെങ്കിലും മംഗളകാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. പൂർവിക സ്വത്തുക്കളൊക്കെ അധീനതയിലാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വസ്ത്രങ്ങളുടെ ഷോപ്പുകളൊക്കെ നടത്തുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സ്റ്റേഷനറി ഏർപ്പാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. യാത്രകളിൽ എന്തെങ്കിലുമൊക്കെ കണ്ണടയോ ആധാരങ്ങളോ ക്യാമറയോ ഫോണോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാം, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കള്ളന്മാരെ കൊണ്ടുള്ള ശല്യങ്ങൾ ഇവർക്ക് കുറച്ച് രൂക്ഷമായിട്ട് വന്നു വരാം. ഇൻഷുറൻസ് വകയിൽ കിട്ടേണ്ട പണങ്ങളൊക്കെ കിട്ടുന്ന സാഹചര്യം കാണുന്നുണ്ട്. ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. ചില അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് വാശി പിടിക്കുന്ന ഒഴിവാക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. വാക്ക് തർക്കത്തിൽ കിടന്ന ഭൂമിയൊക്കെ അധീനതയിലാവാനുള്ള യോഗം കാണുന്നുണ്ട്. ബാങ്കുകളിൽ നിന്നും മറ്റും സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയൊക്കെ അവർ കാണുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീട് വിൽപ്പന സംബന്ധമായിട്ട് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വീട് വിറ്റ് നല്ല വീട് വാങ്ങിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. പുതിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ നമുക്ക് പ്രവർത്തന രംഗത്ത് ശത്രുക്കളുടെ കുറച്ച് അധികം ഉണ്ടാകുമെങ്കിലും സഹായികളുടെ അധികവും കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് പറയപ്പെടുന്നുണ്ട്. ജോലിയിൽ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ജോലിഭാരം കുറച്ച് കൂടുന്ന അവസ്ഥ വർഷാന്ത്യത്തിൽ ഇവർക്ക് കാണപ്പെടുന്നുണ്ട്. അതുപോലെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ലീവ് എടുക്കേണ്ട അവസ്ഥയൊക്കെ ഇവർക്ക് കാണുന്നുണ്ട്. തൊഴിൽ പ്രവർത്തനങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് തൊഴിൽ പ്രവർത്തനങ്ങൾക്കായിട്ട് ധനം കുറച്ച് കൂടുതലായിട്ട് കണ്ടെത്തേണ്ടതായിട്ട് വന്നു വരാം. കാര്യ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും പുതിയ വർഷം ഗുണകരമായിട്ട് പറയാം. ചില പുതിയ പദവികളൊക്കെ അലങ്കരിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കുടുംബത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, കുടുംബജീവിതത്തിൽ കുറച്ച് നിഷ്കർഷത പാലിക്കണം എന്നൊക്കെ ഒരു അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. കലാകാരന്മാർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനായിട്ട് അലസത കാണിക്കുന്ന ഒരവസ്ഥ ഇവരുടെ സന്താനങ്ങൾക്കും ഉണ്ടായി എന്ന് വരാം. ചില ദുഷ്ചെലവുകൾ ദുർച്ചെലവുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അതിലൊക്കെ ഒരു പങ്കാളിയുടെ നിയന്ത്രണം കൊണ്ട് അതൊക്കെ മാറിപ്പോകുന്നതായിരിക്കും. തൊഴിൽ തർക്കങ്ങളൊക്കെ രമ്യതയെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അടുത്തത് ഉത്രാട നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രക്കാർക്ക് 2 നക്ഷത്രമുള്ള ഒരു ഗണമായിട്ടാണ് ഉത്രാട നക്ഷത്രം പറയപ്പെടുന്നത്. വിശ്വദേവതയാണ് ഇതിൻ്റെ നക്ഷത്ര ദേവതയായിട്ട് പറയപ്പെടുന്നത്. ആനക്കൊമ്പാണ് ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. എപ്പോഴും നമുക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം, അല്ലെ, എപ്പോഴും നമുക്ക് കഷ്ടപ്പെടുന്ന ധനം കിട്ടണം എന്നൊക്കെ ഒരു ചിന്താഗതി ഇവർക്ക് പൊതുവെ ഉണ്ടായേക്കാം. ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം ധനുക്കൂറിന് ഗുണവും മകരക്കൂറിന് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പറയപ്പെടുന്നത്. ആരോഗ്യപരമായിട്ട് കുറച്ച് ഗുണങ്ങൾ കുറയുന്നൊരവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്ക് കുടുംബത്തിൽ സ്വസ്ഥത വീണ്ടെടുക്കാനായിട്ട് കുറച്ച് പരിശ്രമിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അതുപോലെ വർഷാവസാനം ഗുണപരമായിട്ട് ഇവർക്ക് 2 കൂറുകാർക്കും പറയപ്പെടുന്നുണ്ട്. പുണർദം ഭേദമായിട്ടാണ് പറയപ്പെടുന്നത്. ധനുക്കൂറിന് പുണർദം, കാല്, പൂയം, ആയില്യം ഇവയും, മകരക്കൂറിന് മകം, പൂരം, ഉത്രം, കാല് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു മംഗളകാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ധർമ്മശാസ്താവിനെ ഭജിക്കുന്നത്, ശാസ്താ നിരഞ്ജനം കഴിക്കുന്നത്, മഹാവിഷ്ണു ഭഗവാന് നെയ്വിളക്ക്, പുലിയാവിളക്ക്, കേശാദിപാദം മാല ചാർത്തുന്ന വളരെ നന്നായിരിക്കും. ഇവർക്ക് മറ്റുള്ളവരുടെ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്ത് ആദരവ് കൈപ്പറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കൾ മുഖേന പല നേട്ടങ്ങളും വന്നു ചേരുന്നതായിരിക്കും. എല്ലാ പ്രശ്നങ്ങളും നിസ്സാരമായിട്ട് ഇവർക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഭൂമിയോ വാഹനമോ ഒക്കെ കൈവന്ന് ചേരാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് ഉയർച്ചകളൊക്കെ ഉണ്ടാവുമെങ്കിലും അവനും കഷ്ടപ്പെടുന്നതനുസരിച്ച് ഒരു ഫലം ഉണ്ടാകുന്നില്ല എന്നൊരു വിഷമം ഇവർക്ക് ഉണ്ടായി വരും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലി മാറിക്കയറാനുള്ള യോഗവും കാണുന്നുണ്ട്. മതപരമായിട്ടുള്ള ചില അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കടത്തിൽ നിന്നൊക്കെ ഒരു പരിധി വരെ തലയുരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ചില പ്രത്യേക അധികാരങ്ങൾ കൈപ്പറ്റാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു എന്ന് വരാം. മനസ്സിന് ഉന്മേഷം ഉണ്ടാകുന്ന പല അവസരങ്ങളും ഇവർക്ക് ഈ വർഷം വന്നു ചേരുന്നതായിരിക്കും. സ്വപ്രയത്നം കൊണ്ട് സമ്പാദ്യശീലം വർദ്ധിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടത്തില്ല എന്ന് കരുതിയ പല പണങ്ങളും തിരിച്ചു കിട്ടാൻ, പ്രത്യേകിച്ച് ഓഹരിയിൽ നിന്നൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട്. താൽക്കാലികമായിട്ട് നിർത്തിവെച്ച പല കാര്യങ്ങളിലും നമുക്ക് സ്ഥിരമായിട്ട് അത് ആ ഒരു തടസ്സം അല്ലെങ്കിൽ തർക്കം മാറ്റി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. ആത്മവിശ്വാസം, അഭിമാനം ഇവർക്ക് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുന്ന വരും.
നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമോ വസ്തുക്കളോ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഭാര്യയുടെ ചികിത്സയ്ക്കായിട്ട് കുറച്ച് ധനം ചെലവഴിച്ചു എന്ന് വരാം. അവനവൻ ചെയ്യാത്ത കാര്യത്തിന് പഴിയേക്കേണ്ട അവസ്ഥയൊക്കെ മധ്യത്തിൽ ഇവർക്ക് കാണുന്നുണ്ട്. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുമെങ്കിലും തെരഞ്ഞെടുപ്പുകളിലും നല്ല വിജയങ്ങൾ ഇവർക്ക് കൈവരിക്കാൻ പറ്റുന്നതായിരിക്കും. തൊഴിലിനോട് ആദരവ് പുലർത്തുന്ന മൂലം സാമ്പത്തികപരമായിട്ട് ഉയർച്ചകളൊക്കെ ഉണ്ടാവും. ഓഹരിയിൽ നിന്നുള്ള വരുമാനത്തിൽ ചെറിയ ഇടിയോ വർഷം മധ്യത്തിന് ശേഷം ഇവർ കാണുന്നുണ്ട്. പുതിയ വീട്ടിൽ കയറി താമസിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. വീട്ടിൽ മംഗളകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ചെറുപ്പക്കാർക്ക് വിവാഹത്തിൽ നിന്നും ചെറിയ വിഷമതകളൊക്കെ ഉണ്ടാവുമെങ്കിലും അല്ലെങ്കിൽ വിവാഹമോചനം നടത്തിയാൽ കൊള്ളാമെന്നൊക്കെ തോന്നുമെങ്കിലും അതിലൊന്നും പോകത്തില്ല. അതൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അവനവൻ്റെ ശ്രദ്ധക്കുറവ് മൂലം ജോലിയിൽ ചെറിയ അബദ്ധങ്ങൾ, ജോലിയിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. അതുപോലെ നല്ല കാര്യങ്ങൾ പല പിന്തിരിപ്പുകളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനെയൊക്കെ അവഗണിച്ച് ഒരു മുന്നോട്ട് പോയി വിജയം കൈവരുത്തുന്നതായിരിക്കും. ഇതുവരെ അനിശ്ചിതത്വ കിടന്ന പല കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഭൂമി വാങ്ങിക്കുക, ഭൂമി വിൽക്കുക, മുതലായ കാര്യങ്ങളിൽ കരാറുകൾ മുഖേന കിട്ടേണ്ട പണം കൈവന്ന് ചേരുന്നതായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവുമെങ്കിലും പങ്കാളിയായിട്ട് രമ്യത്തിന് മുന്നോട്ട് പോകുന്നതായിരിക്കും. മനസ്സുന്മേഷമുള്ള പല കാര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. കലകളിലും റൊമാൻസിലും പദവിയിലും ഉപരി ഇവർക്ക് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നതായിരിക്കും. ശത്രുക്കളുടെ ഒരു വലിയ ശല്യം ഉണ്ടാകില്ല എങ്കിൽ പോലും ചെറിയ ശല്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. ഏജൻസി ഇടപാടുകൾ ചെറിയ നഷ്ടങ്ങൾ ഇവർക്ക് വർഷം മധ്യത്തിന് ശേഷം കാണുന്നുണ്ട്. ബിസിനസ്സിൽ അഭിവൃദ്ധിപ്പെടാനുള്ള സാധ്യത, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സന്താനങ്ങൾക്ക് കുറച്ച് കൂടുതൽ പ്രചോദനമാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായെന്ന് വരാം. അതുപോലെ തന്നെ കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിർത്തുന്ന അവസ്ഥ കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കായാൽ ചെറിയ സാമ്പത്തിക നഷ്ടം വർഷാന്ത്യത്തിൽ കാണുന്നുണ്ട്. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരുന്ന അവസ്ഥകളൊക്കെ വന്നു വരാം. സർക്കാർ ജോലി നിൽക്കുന്നവരും ശിക്ഷണ നടപടിയിൽ നിന്നൊക്കെ തലയുയരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അധ്യാപക വൃത്തി നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സംഗീതജ്ഞന്മാർക്കും നൃത്തം അഭ്യസിക്കുന്ന അധ്യാപകർക്കും വളരെ ഗുണകരമായിട്ട് പറയാം. ദൂരയാത്രകളെല്ലാം ഗുണപ്പെട്ടു വരുന്ന അവസ്ഥ കാണുന്നുണ്ട്. തിരുവോണ നക്ഷത്രം എന്ന് പറയുമ്പം നക്ഷത്രങ്ങൾ മുഴക്കോൽ വരെ കാണപ്പെടുന്ന ഒരു സമൂഹമാണ് തിരുവോണ നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. മഹാവിഷ്ണു ഭഗവാന്റെ നാളായിട്ടാണ് തിരുവോണ നാളിനെ പറയപ്പെടുന്നത്. ഇതിൻ്റെ ദേവതയും മഹാവിഷ്ണു ഭഗവാൻ തന്നെയാണ്. ചിഹ്നം അളവുപോലാണ് പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സത്യസന്ധരും ക്ഷമാശീലരും വളരെ ചിന്തിച്ച ശേഷം ഏത് കാര്യത്തിനും മുതിരു എന്നുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഈ നക്ഷത്രക്കാരെ ഉപകാരസ്മരണയുള്ളവരായിട്ട് പറയപ്പെടുന്നുണ്ട്. നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ ഒരു വർഷം പറയപ്പെടുന്നത്. സാമ്പത്തിക പ്രയാസങ്ങളെ വഴി നല്ലൊരു സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് ബിസിനസ് ചെറിയ മന്ദതകളൊക്കെ ഉണ്ടാവാമെങ്കിലും ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പ്രായണ ഒരു ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. സ്ത്രീകൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്ന അവസ്ഥ, സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. തിരുവാതിര നക്ഷത്രമാണ് ഭേദമായിട്ട് പറയപ്പെടുന്നത്. മകം, പൂരം, ഉത്രംകാല ദിവസങ്ങൾ വരുന്ന ആ ഒരു ദിവസങ്ങൾ, ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. വൃശ്ചികം, മീനം മാസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് അവർക്ക് പറയപ്പെടുന്നത്. മാസം പ്രതി നക്ഷത്രത്തിന് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത്, ശാസ്താക്ഷത്തിൽ വഴിപാട് ചെയ്യുന്നത്, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമർച്ചന വെണ്ണ നിവേദ്യം ചെയ്യുന്നത്, വഴിപാട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഇവർക്ക് പണത്തെ ചൊല്ലി ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് വർഷം ആദ്യത്തിന് ശേഷം അതിൽ മാറ്റം വരുന്നതായിരിക്കും. അതുപോലെ പദവിയെ സംബന്ധിച്ചുള്ള പല പ്രതീക്ഷകളും ഇവർക്ക് ഉണ്ടായെന്ന് വരാം. ഉദ്യോഗത്തിൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകാൻ പറ്റും. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. IT മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വീടിനോട് തൊട്ടടുത്തുള്ള ഭൂമി വാങ്ങിക്കാൻ ശ്രമം നടത്തുന്നതായിരിക്കും. അതിൽ വിജയം കൈവരിക്കുന്നതായിരിക്കും. അതുപോലെ എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നതിലൂടെ ഒരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടായെന്ന് വരാം. ഇവർക്ക് കുടുംബത്തിൽ ആജ്ഞാശക്തി ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും കച്ചവടങ്ങളിലും ഒക്കെ വിജയിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ഇവർക്ക് എടുത്തിയാട്ടം കുറച്ച് കുറയ്ക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. പുതിയ കോൺട്രാക്റ്റുകളിലൊക്കെ ഏർപ്പെടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് മാത്രം ഒപ്പിടുക എന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഓഹരിയായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക അഭിവൃദ്ധി പറയപ്പെടുന്നുണ്ട്. ഉദ്യോഗത്തിൽ താൽക്കാലികമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് സ്ഥിരമല്ല, താൽക്കാലികം മാത്രമാണ്. കുടുംബസുഖം നിലനിർത്താനായിട്ട് കുറച്ച് സമയം കൂടുതൽ ചിലവഴിക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. അവനവൻ അധ്വാനിച്ചുണ്ടാക്കിയതല്ലാത്ത പണം കൈവരിക്കാനുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിൽ ചെറിയ ഇതിലുണ്ടായെന്ന് വരാം. സഹോദരിയായിട്ട് രമ്യതയെ പോകാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുത്താൻ അവന് സാധിക്കുന്നതായിരിക്കും. പട്ടാളം, പോലീസ്, അതുപോലെ അഭിഭാഷകർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പ്രൊമോഷൻ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പൂർവിക സ്വത്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഇവർ കാണുന്നുണ്ട്. വീട് പണി തുടങ്ങുകയോ അല്ലെങ്കിൽ പണിത വീട് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത കാണുന്നതായിരിക്കും. ബിസിനസ്സിൽ അവനുദ്ദേശിച്ചാലും കൂടുതൽ പുരോഗതി വർഷാവസാനം ഇവർക്ക് ഉണ്ടാവുന്നതായിരിക്കും. ഇവർക്ക് സർക്കാർ ജോലിയിൽ ഉള്ളവർക്ക് ചെറിയ ശിക്ഷ നടപടിയൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ്സിൽ നല്ല
ലാഭങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അലച്ചിലുകൾ കുറച്ച് കൂടുന്ന അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ലോട്ടറി മുഖാന്തരം ചെറിയ രീതിയിൽ ലാഭങ്ങളൊക്കെ ഉണ്ടാകാൻ വരാം. കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പല തടസ്സങ്ങൾ വന്നു ചേരുമെങ്കിലും അതിനെയൊക്കെ ഇവർ അതിജീവിക്കുന്നതായിരിക്കും. ചെടി അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള വസ്തുക്കൾ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വളരെ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ചില പുരസ്കാരങ്ങളും പ്രശസ്തി പത്രങ്ങളും ഒക്കെ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. എഴുതുന്ന പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ ഇവർക്ക് ആവുന്നതായിരിക്കും. ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ പാർട്ട്ണർഷിപ്പ് ആയിട്ട് ഉള്ള സാഹചര്യങ്ങളൊക്കെ വന്നു തരും. കഴിവതും പാർട്ട്ണർഷിപ്പ് ചെയ്യാതിരിക്കുക. പ്രൊമോഷൻ സാധ്യതയുള്ള സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ആലോചനാശീലം കഴിവ് വെച്ച് പുലർത്തുന്നവർക്ക് നന്നായിരിക്കും. കുടുംബത്തിൽ സുഖവും സമാധാനവും നിലനിർത്താനായിട്ട് പങ്കാളിയുടെ സഹായം വേണ്ടി വന്നു വരാം. ചില സുപ്രധാന രേഖകളിലൊക്കെ ഒപ്പിടുമ്പം അതൊരു എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മാത്രം ഒപ്പിടണമെന്ന് പറയപ്പെടുന്നുണ്ട്. കോടതി കേസുകളിലൊക്കെ ഒരു വിജയം കൈവരിക്കാൻ ഇവർക്കാവുന്നതായിരിക്കും. എതിർ കക്ഷിക്ക് അനുകൂലമായിട്ട് വരുന്ന ചില കാര്യങ്ങൾ പോലും ഇവരുടെ വാക്ചാതുര്യം കൊണ്ട് അവനവന് തന്നെ അനുകൂലമായിട്ട് വരുന്ന അവസ്ഥയെ കാണുന്നുണ്ട്. അവനവന് മുൻപ് ചെയ്ത പല പ്രവൃത്തികൾ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അതുപോലെ ഉത്തരവാദിത്വ ജോലിഭാരം കൂടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ ജോലിയും കൂടെ ഏറ്റെടുത്ത് ചെയ്ത് അവരുടെയൊക്കെ പ്രീതി സമ്പാദിക്കാൻ അവർക്കാവുന്നതായിരിക്കും. മേലുദ്യോഗസ്ഥരുമായിട്ട് ചെറിയ രീതിയിൽ പിണങ്ങേണ്ട ഒരവസ്ഥയൊക്കെ ചേർന്നു വരാം. അതിലൊക്കെ ഒഴിവായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ലൈബ്രറി സയൻസ്, പ്രിൻറ്റിംഗ് ടെക്നോളജി ഇവയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം. കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉന്നതമായ ജോലി, നല്ല ജോലി കിട്ടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രത്തിന് ആട്ടിൻതല പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങൾ ചേർന്ന അവിട്ട നക്ഷത്രം. ഇതിൻ്റെ ദേവത എന്ന് പറയുമ്പോൾ വസുക്കളാണ്, മൃഗമാണ് ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നത്. ഈ നാളുകാർ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു അവിട്ടൽ നേടുമെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഒരു വിജയം കൈവരുന്നതായിരിക്കും. ഇവർ മതവിശ്വാസികളായിട്ട് പറയപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ ഗുരുഭക്തി ഉള്ളവരായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ നക്ഷത്രം മകരക്കൂറുകാർക്ക് ഗുണം കുറച്ച് കുറയാൻ, അതേസമയം കുംഭക്കൂറിന് വളരെ ഗുണകരമായിട്ടൊരവസ്ഥയും പറയപ്പെടുന്നുണ്ട്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവുക, കുടുംബ സൗഖ്യം ഉണ്ടാവുക, മനസ്സിന് സന്തോഷമുള്ള പല അവസരങ്ങളും വന്നു ചേരുക, ഇവയൊക്കെ കുടുംബത്തിൽ കാണുന്നുണ്ട്. മകയിരം, ചിത്ര നക്ഷത്രങ്ങൾ വേദമായിട്ടാണ് പറയപ്പെടുന്നത്. മകരക്കൂറിന് മകം, പൂരം, ഉത്രംകാല്, കുംഭക്കൂറിന് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര ഈ ദിവസങ്ങൾ വരുന്ന ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു ശുഭകാര്യത്തിന് എടുക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവർ മഹാവിഷ്ണു ഭഗവാനെ, അയ്യപ്പസ്വാമിയെ, ശ്രീരാമസ്വാമിയൊക്കെ നല്ലോണം ഭജിക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും. കർത്തവാവിന് വ്രതം എടുക്കുന്നത് പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. ഭൂമിയോ വാഹനമോ ഒക്കെ വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കിട്ടത്തില്ല എന്ന് കരുതിയ പണം പോലും അല്ലെ ആനുകൂല്യങ്ങൾ പോലും കിട്ടുന്ന വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. പ്രാരംഭ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിൽ പിന്നീട് അങ്ങോട്ട് തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നതായിരിക്കും. ഭൂമി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. തൊഴിൽ രഹിതർക്ക് നല്ല തൊഴിലിൽ പ്രവേശിക്കാനാവുന്നതായിരിക്കും. അതുപോലെ വിചാരിച്ച സമയത്ത് കടം കൊടുത്ത പണം തിരിച്ച് കിട്ടുകയെന്ന് വരികയില്ല. ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ജോലിഭാരം കുറച്ച് കൂടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചെറിയ യാത്രകൾ സുഖകരമായിട്ട് പറയാം. കച്ചവടങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകുന്ന അവസ്ഥ പറയാം. പ്രേമകാര്യങ്ങൾ വിവാഹത്തെ കലാശിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം കൂടാതെ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സഹപ്രവർത്തകരുമായിട്ട് കലഹിക്കാതെ ശ്രദ്ധിക്കുക. പരീക്ഷകളിലൊക്കെ ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങൾക്ക് ശ്രേയസ്കരമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരുന്നതായിരിക്കും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഭൂമിയോ വാഹനമോ വിൽപ്പന നടത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ദൂരയാത്രകൾ അത്ര സുഖകരമായിരിക്കില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഏജൻസി ഇടപാടുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം. പ്രൊമോഷൻ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കായാലും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കാനാവുമെന്ന് പറയപ്പെടുന്നുണ്ട്. കോടതി സംബന്ധമായിട്ടുള്ള വിധികൾ ചിലപ്പോൾ എതിരായി എന്ന് വരാം. അതിന് വിഷമിക്കേണ്ട, അത് മേൽക്കടത്തിലോട്ട് പോയാൽ മതി. പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു നിലവാരം ഉയരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ അതിലൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നതായിരിക്കും. സംഭാഷണം മിതപ്പെടുത്തണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. അതുപോലെ ചെയ്യാത്ത കാര്യത്തിന് അവനെ അല്ലെങ്കിൽ അവമാനിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വർഷം മധ്യത്തിൽ കാണുന്നുണ്ട്. അത് നമുക്കത് സംസാരം കൊണ്ട് നമ്മളത് തീർത്തു പോവുക എന്നുള്ളതേ ഉള്ളൂ. സിനിമ, സീരിയൽ, നാടകം, സാഹിത്യ മേഖല ഇവയെ നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പ്രശസ്തി പത്രം ലഭിക്കാനുള്ള യോഗമൊക്കെ കാണപ്പെടുന്നുണ്ട്. കരൾ, വൃക്ക സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സയിലൂടെ ആ സമയത്തിൻ്റെ ഗുണം കൊണ്ട് ആ ഒരു
ചികിത്സ കൊണ്ടും അതിൽ ഒരു മുക്തി നേടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ലോട്ടറിയിൽ നിന്നും ചെറിയ സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എല്ലാ പ്രവൃത്തികളിലും ഊർജ്ജസ്വലത പ്രദർശിപ്പിക്കാൻ ഇവർക്കാവുന്നതായിരിക്കും. വ്യവസായങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. കുടുംബത്തിൽ സുഖവും സമാധാനം നിലനിർത്താൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. ബാങ്ക് ബാലൻസ് വർധന ഉണ്ടാവും. കൂട്ടുകച്ചവടം ഒരു വർഷം അത്ര നല്ലതല്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ജോലി ഭാരം അല്പം കൂടും എങ്കിലും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. കടങ്ങളിൽ നിന്നൊക്കെ കരകയറാനുള്ള അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പൊതുവെ ഒരു മേന്മയേറിയ വർഷമായിട്ട് നമുക്ക് ഈ വർഷം പറയാവുന്നതാണ്. ചതയ നക്ഷത്രം. ചതയ നക്ഷത്രത്തിന് 100 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു കൂട്ടമായിട്ടാണ് ചതയ നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. വരുണനാണ് ദേവതയായിട്ട് പറയപ്പെടുന്നത്. കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ ചിന്താഗതി കുറച്ച് കൂടുതലായിട്ട്, പ്രത്യേകിച്ച് അധ്വാന ചിന്താഗതി കുറച്ച് കൂടുതലായിട്ട് പറയപ്പെടുന്നുണ്ട്. ചതയം ചതഞ്ഞ് കിടക്കും എന്നൊക്കെ പഴയ കാലത്ത് പറയുമെങ്കിലും അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. ജനിക്കുന്ന സമയത്തിനകത്താണ് കൂടുതലും കാര്യങ്ങൾ ഇരിക്കുന്നത്. നമുക്ക് പൊതു ഫലങ്ങൾ പറയുമ്പോൾ ഇവർക്ക് ആദ്യകാലത്ത്, അതായത് ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് കുറച്ച് ക്ലേശങ്ങളൊക്കെ ഏറുമെങ്കിലും അതിൽ പിന്നീട് അങ്ങോട്ട് നല്ല അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. യുവജനങ്ങളെയൊക്കെ ആദരിക്കുന്ന അവസ്ഥകളൊക്കെ ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. ഈ നക്ഷത്രത്തിന് പൊതുവെ നല്ല കാലമാണെങ്കിലും കർമ്മത്തിൽ ചില മാറ്റങ്ങളൊക്കെ ആവശ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. അധിക ചിലവ് വരുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. സ്ത്രീകൾക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നേടാനായിട്ട് സ്വന്തം പരിശ്രമിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ അത്തം വേദനക്ഷത്രമാണ്. ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു ശുഭകാര്യത്തിൽ എടുക്കാൻ പാടില്ലെന്ന് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് മേടം, കർക്കിടകം, ചിങ്ങം, ധനു മാസങ്ങൾ വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. വേട്ടയ്ക്കൊരു മകൻ ശാസ്താവിന്, അതുപോലെ മഹാവിഷ്ണുവിന്, മഹാലക്ഷ്മിക്ക് എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ എപ്പോഴും ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുവെ ശാരീരിക ക്ഷീണം ഇവർക്ക് ഈ ഒരു വർഷം ആദ്യം ഉണ്ടാവുമെങ്കിൽ പിന്നീട് അങ്ങോട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് ക്ഷുഭിതരാകുന്ന ഒരു അവസ്ഥ ഇവർക്ക് വർഷാദ്യത്തിൽ ഉണ്ടാവും. ആ ഒരു അവസ്ഥ മാറ്റുന്നത് നന്നായിരിക്കും. സ്വഭാവത്തിലുള്ളതാണ്, വലുതായിട്ട് മാറത്തില്ല, എന്നാലും മാറ്റുന്നത് നന്നായിരിക്കും. പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. രക്തസംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകും. വലിയ താമസത്തിൽ അതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ കഴിവതും ഇടപെടാതിരിക്കുക എന്ന് പറയപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ ആദരത്തിന് പാത്രമാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളുടെ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. അധ്വാനിക്കുന്നതനുസരിച്ച് തന്നെ ഇവർക്ക് പ്രയോജനങ്ങളൊക്കെ ലഭിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായിട്ട് ഉള്ള നില വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതായിരിക്കും. പാർട്ണർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള ബിസിനസ്സുകൾ ആരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ടെക്സ്റ്റൈൽ ബിസിനസ്സുകളിൽ ഒക്കെ നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. എല്ലാ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയം കൈവരിക്കാം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. പ്രൊമോഷൻ കുറച്ച് കാലതാമസം നേരിടുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. പുതിയതായിട്ട് ചില ജോലികളിലൊക്കെ ഏറ്റെടുക്കാൻ ഉള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. ചില പുതിയ എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പുവയ്ക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറ്റെടുത്ത എല്ലാ കരാറുകളും മുഴുവിപ്പിക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ പോലും തിരിച്ചു കിട്ടാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. ആത്മാഭിമാനം തോന്നുന്ന നിമിഷങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായി എന്ന് വരാം. അവനവൻ തുടർന്നു വരുന്ന തൊഴിലുകൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചെന്നു എന്ന് വരാം. അതുപോലെ തന്നെ വ്യവസായ കാര്യങ്ങളിൽ അല്ലെ വർക്ക്ഷോപ്പുകളിൽ ഒക്കെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരാം. സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭാശയ സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കാല് സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. പല പ്രശ്നങ്ങളും മധ്യസ്ഥത നിന്ന് പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നതായിരിക്കും. നാഗപൂജ ചെയ്യുക, നാഗകാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീടോ അല്ലെങ്കിൽ വസ്തുവോ ഒക്കെ മൂടി പിടിപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഡോക്ടർമാർക്ക്, അധ്യാപകർക്ക്, വക്കീലന്മാർക്ക് വളരെ ഗുണകരമായിട്ട് പറയുന്നുണ്ട്. പുതിയ ബിസിനസ്സുകൾ, സൈഡ് ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും നല്ലൊരു സമയമായിട്ട് പറയുന്നുണ്ട്. അന്യദേശത്ത് വസ്തുവോ വീടോ വാഹനമോ ഒക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. പോലീസോ പട്ടാള ഈ അവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പല ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാമെന്നുള്ള ഒരു വർഷമായിട്ടാണ് പറയപ്പെടുന്നത്. സർക്കാർ ആനുകൂല്യങ്ങൾ കുറച്ച് കാലതാമസം നേടുമെങ്കിൽ അത് കിട്ടുന്നത് തന്നെയാണ്, കിട്ടാതിരിക്കത്തൊന്നുമില്ല. ഡോക്ടർമാർക്കും കെമിസ്റ്റുകൾക്കും ഈ ഒരു കാലയളവിൽ പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പരാജയപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിക്കുമെങ്കിലും വിജയിച്ചതിന് ഒരു മുന്നോട്ട് പോകുന്നതായിരിക്കും. മനസ്സിൽ പുതിയ ആശയങ്ങൾ ഉരുത്തിരിയാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട്. അതുപോലെ ആഭരണങ്ങളൊക്കെ വിറ്റ് എന്തെങ്കിലും കടത്തിൽ നിന്നൊക്കെ മുക്തി അടഞ്ഞ ഇവർ ആവുന്നതായിരിക്കും. ജോലി ഭാരം അല്പം വർദ്ധിക്കാമെങ്കിൽ അനുസരിച്ച് സാമ്പത്തിക വർധനവും ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. പൂജാതി മംഗളകാര്യങ്ങളൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഇവർക്ക് ഒരു അല്പം ഗുണങ്ങളേറിയ വർഷമായിട്ട് തന്നെയാണ് പറയാനുള്ളത്. അടുത്തത് പൂരിട്ടാതി നക്ഷത്രമാണ്. പൂരിട്ടാതി നക്ഷത്രത്തിന് ഒരു വശം കട്ടിൽക്കാല് പോലെ അകന്നു കിടക്കുന്ന 2 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് ഈ പൂരിട്ടാതി നക്ഷത്രത്തെ പറയപ്പെടുന്നത്. നക്ഷത്ര രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജൈകപാതാണ് നക്ഷത്ര ദേവത. 2 തലകളുള്ള പുരുഷന്മാർ ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നു. മാനുഷിക മൂല്യങ്ങളെല്ലാം മുൻനിർത്തി തന്നെ അവർ മുന്നോട്ട് പോകുന്നത്. ഇവർ സത്യസന്ധതയും ആത്മാർത്ഥതയൊക്കെ ഉള്ളവരായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് വിദ്യ ഗുണം പറയുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടൊരു വർഷമാണെങ്കിലും ചെയ്യാത്ത കാര്യത്തിനൊക്കെ ചെറിയ പഴിയേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശാരീരിക സുഖം ഏറിയിരിക്കുന്ന അവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട്.
ഉത്രമാണ് വേദ നക്ഷത്രമായിട്ട് പറയപ്പെടുന്നത്. കുംഭക്കൂറിന് ഉത്രം മുക്കാല്, അത്തം ചിത്തിരാരയും, മീനക്കൂറിന് ചിത്തിരകാല്, ചിത്തിരാര, ചോതി, വിശാഖ മുക്കാൽ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ അത്ര ശുഭകരമല്ല. പുരുഷ നക്ഷത്രം 2 കൂറിൻ്റെയും ഫലങ്ങൾ നമ്മൾ സംയോജിപ്പിച്ചാണ് ഈ ഫലങ്ങളെ ഇവിടെ പറയുന്നത്. ഇടവം, ചിങ്ങം, മകരം മാസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത്. ഇവർ ഹനുമാസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ പാർവതീദേവിയെ പ്രാർത്ഥിക്കുന്നത്, പ്രദോഷവ്രതം എടുക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളിലും ഒരു എടുത്തിയാട്ടം ഒഴിവാക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ പിതാവിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പിതാവിൻ്റെ അസുഖമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കുറച്ച് ധനം ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വീട്ടിൽ ശുഭകാര്യങ്ങൾ എന്തെങ്കിലും നടക്കാനുള്ള സാഹചര്യമൊക്കെ അവർക്ക് വന്നു ചേരുന്നതായിരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച ഒരു സമയത്ത് കിട്ടുന്നില്ലെങ്കിൽ അല്പം മാറിയിട്ടായാലും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്രയവിക്രയം, ഭൂമി സംബന്ധമായിട്ട് ക്രയവിക്രയത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ത്രീജനങ്ങൾ മുഖേന സമൂഹത്തിൽ ചെറിയതിൽ അപമാനിതരാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്പകലം പാലിക്കുന്നത് നന്നായിരിക്കും. ലോട്ടറിയിൽ നിന്ന് ആദായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലധികാരിയിൽ നിന്നും ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും പിന്നീട് അതിൽ മാറ്റം വരുന്നതായിരിക്കും. വാഹന വിൽപ്പനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ചില സാംക്രമിക രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില മംഗളകാര്യത്തിനായിട്ട് വിദേശത്ത് നിൽക്കുന്നവർക്ക് നാട്ടിൽ വരാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശ നിർമ്മിത വസ്തുക്കൾ എന്തെങ്കിലും സമ്മാനമായിട്ട് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തറവാട് സ്വത്തുക്ക് ഭാഗിക്കുമ്പം ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. എങ്കിലും അത് കുഴപ്പമില്ലാതെ ഭാഗം നടക്കുന്നതായിരിക്കും. വൻതോതിലുള്ള സാമ്പത്തിക ബാധ്യത വന്നു ചേരാനുള്ള സാധ്യത ചെറിയ രീതിയിലുണ്ട്. അതൊക്കെ അതായത് പുതിയ എന്തെങ്കിലുമൊക്കെ നഷ്ടത്തിലോടുന്ന ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പുതിയ വ്യാപാരങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ആരംഭിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. സമൂഹത്തിൽ എല്ലാവരെയും സംയോജിപ്പിച്ചു കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറച്ച് വർദ്ധിക്കാൻ, രോഗബാധിതർക്ക് അസുഖത്തിൽ നിന്ന് മുക്തി കാണാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുതിയ ബിസിനസ്സുകൾ അവലംബിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രം ഇറങ്ങുക. ഉദ്യോഗസ്ഥർ കൂടുതൽ അധികാരം പ്രയോഗിക്കാൻ നിർബന്ധിതരാകുമെങ്കിൽ പോലും മേലുദ്യോഗസ്ഥരുടെ ചെറിയ ഒരു പ്രീതിക്കൊക്കെ പാത്രമാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. യുവജനങ്ങൾക്കാണെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനാഗമനം വർധനവ് കാണുന്നുണ്ട്. മധ്യസ്ഥത നിൽക്കുന്ന മുഖേന വലിയ രീതിയിലുള്ള കേസുകൾ ഒഴിവാക്കി അതിൽ നിന്നും ഒരു ലാഭം ചെറിയ രീതിയിൽ കിട്ടുന്ന അവസ്ഥ കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. മുൻപുണ്ടായിരുന്ന ബിസിനസ്സിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ലാഭം വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ശത്രുക്കളുമേൽ വിജയം ഇവർക്ക് വർഷാന്ത്യത്തിൽ കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അസുഖത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റുകൾ ചെറിയ പൊടിക്കൈകളല്ലാതെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളും കൂടെ ആവശ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകുന്നതായിരിക്കും. നിലവിലുള്ള ജോലി മാറി പുതിയ ജോലി കയറാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒസ്യത്തുകൾ, ബോണ്ടുകൾ എന്നിവ മുഖാന്തരം പണം ലഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അതൊക്കെ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പുതിയതായിട്ട് വാങ്ങിയ ഭൂമിയിൽ നിർമ്മാണങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും നിയമ നടപടികളൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വീട്ടുകാരുമായിട്ട് അവരുടെ പ്രശസ്തിക്ക് പാത്രമാവാൻ, അതായത് അവരവർക്ക് തന്നെ പ്രശസ്തി, പണം ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. താൻ ചെയ്യാത്ത കാര്യങ്ങൾ കഴിവതും ഏറ്റെടുക്കാതിരിക്കുക. ഉത്തരവാദിത്വ ഭാരം അല്പം വർദ്ധിക്കേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. അവനവൻ ചെയ്യാത്ത ജോലിക്ക് പണം കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. അതുപോലെ ഇടനില നിൽക്കുന്നതും ഈ വർഷാന്ത്യത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബാങ്കിലോ സർവീസ് വിഭാഗത്തിലൊക്കെ ചേരുന്നതിന് പണം മുടക്കുന്നത് ശ്രദ്ധിച്ച് മാത്രം പണം മുടക്കുക. വീട് മുടി പിടിപ്പിക്കുക, അതുപോലെ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കുക, ഇതിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. ഓൺലൈൻ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയോ അല്ലെ മറ്റൊരാൾ ചെയ്ത കരാർ തുറന്ന് പോവുകയൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. സഹോദരന്മാരുമായിട്ടല്ല സഹോദരിയായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. എങ്കിലും വലിയ കുഴപ്പമില്ല, മുന്നോട്ട് പോകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായിട്ട് വിദേശത്ത് പോകാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. സമൂഹത്തിൽ പല കാര്യങ്ങളിലും ഉപകാരപ്പെടുന്ന ആശയങ്ങൾ ഉരുത്തിരിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചതിയിൽപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഈ ചതി, കളവ്, വഞ്ചന ഇവയൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. ദൂരയാത്രകളിൽ എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാം, അതും ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. അടുത്ത ഉത്രട്ടാതി നക്ഷത്രം. ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്കും 2 നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഒരു കൂട്ടമായിട്ടാണ് ഉത്രട്ടാതി നക്ഷത്രത്തെ പറയപ്പെടുന്നത്. അഹർബുദ്ധിയാണ് ഇതിൻ്റെ ദേവതയായിട്ട് പറയപ്പെടുന്നത്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സൗമ്യശീലരായിട്ടും സത്യസന്ധരായിട്ടും ജനിച്ച സ്ഥലം അല്ലെങ്കിൽ വീടിനോട് കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടിയ അവസ്ഥയും പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം മാറി നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥയാണ് പൊതുവെ ഇവർക്ക് കണ്ടുവരുന്നത്. സ്ത്രീകൾക്ക് ഗർഭഭരണത്തിൽ കുറച്ച് താല്പര്യം കൂടുതലുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ക്ഷമാശീലം ഇവർക്ക് നല്ലോണം ഉണ്ടായിരിക്കും. ഭർത്താവിനോടും ഗുരുജനങ്ങളോടും ക്ഷമാപൂർവ്വം പെരുമാറാൻ സ്ത്രീകൾക്ക് പറ്റിയെന്ന് വരാം.
ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു കൊല്ലം അല്ലെങ്കിൽ ഈ ഒരു വർഷം വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാനുള്ള അവസരങ്ങളൊക്കെ കാണുന്നുണ്ട്. ജോലി മാറിക്കയറാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമാണ്. പ്രൈവറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ടെസ്റ്റൊക്കെ എഴുതി സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് സ്ത്രീകൾക്കായാലും പുതിയ ജോലിക്ക് കയറാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പൂരം വേദ നക്ഷത്രമായിട്ടാണ് പറയപ്പെടുന്നത്. ചിത്തിര, ചോതി, വിശാഖം, മുക്കാല് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു കാരണവശാലും ഒരു ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്ന് പറയപ്പെടുന്നുണ്ട്. നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്ന, ഹനുമാസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. ശാരീരിക ആരോഗ്യം അഭിവൃദ്ധി ഉണ്ടാവാൻ, ഉദ്യോഗത്തിൽ പ്രൊമോഷനുകളൊക്കെ ലഭിക്കാൻ, വരവ് കവിഞ്ഞ ചിലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. പൂർവിക സ്വത്തുക്കൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹകാര്യങ്ങളിലൊക്കെ ഒരു തീർപ്പുണ്ടാകുന്നതായിരിക്കും. ജോലിക്കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നല്ല ജോലി കിട്ടാനുള്ള സാധ്യത യുവജനങ്ങൾക്ക് കാണുന്നുണ്ട്. ശത്രുക്കളുടെ നിഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ ശല്യപ്പെടുത്തിയെന്ന് വരാം. ഒരു പ്രകൃതി ദത്തമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ കൈമോശം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും അത് രമ്യതയിൽ വർഷമധ്യത്തിൽ മുമ്പോട്ട് പോകുന്നതായിരിക്കും. പുതിയ ജോലി പ്രവേശിക്കാനുള്ള അവസരമൊക്കെ വർഷമധ്യത്തിൽ ഇവർക്ക് കാണുന്നുണ്ട്. സമാധാനം നിലനിർത്താനായിട്ട് കുറച്ച് അസാന്തം പരിശ്രമിക്കണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. കൃഷിയിൽ ആദായം വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വാടക ആയിട്ട് ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക്, വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ട് അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കാനുള്ള അവസരമൊക്കെ വന്നു ചേരുന്നതായിരിക്കും. ഭാര്യയ്ക്ക് ചില്ലറ അസുഖങ്ങളൊക്കെ വന്നു ചേരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. കൈവശപ്പെടുത്തിയ ഭൂമി, അവനും കേസ് മുഖേന അങ്ങനെ എന്തെങ്കിലും കൈവശപ്പെടുത്തിയ ഭൂമി നല്ല വിലയ്ക്ക് വിൽക്കാൻ ആവുന്നതായിരിക്കും. ഇൻഷുറൻസിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ അല്പം കാലതാമസം നേരിട്ടാലും അത് കിട്ടാതിരിക്കത്തില്ല. പ്രശസ്തി വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. അധ്യാപകർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഷെയർ മാർക്കറ്റുകളിൽ പണം മുടക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ച് മാത്രം മുടക്കുക എന്ന് പറയപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു വർഷമായിട്ട് പറയാമെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ ചെറിയ രീതിയിലൊരു മാന്യതക്കുറവ് ഉണ്ടായോ എന്നൊരു വിഷമം ഇവർക്ക് വേട്ടയാടിയെന്ന് വരാം. അത് അന്തരിച്ച വ്യക്തികളുടെ എന്തെങ്കിലും പണമോ സ്വത്തോ ആഭരണങ്ങളോ എന്തെങ്കിലുമോ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നമുക്ക് ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് ചിലപ്പം സ്ഥലമാറ്റം ലഭിച്ചു എന്ന് വരാം. ഭാര്യയുമായിട്ട് ഒരു ചെറിയ ഒരു ഹ്രസ്വകാലമാണെങ്കിൽ പോലും പിണങ്ങി നിൽക്കേണ്ട ഒരവസ്ഥ ചേർന്നു വരാം. റിസർച്ച് വിദ്യാർത്ഥികൾക്കെന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് മറ്റ് അനുമോദനങ്ങളൊക്കെ ലഭിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. രക്തസമ്മർദ്ദം, പ്രമേഹം മുതലായ രോഗമുള്ളവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഗ്രന്ഥകാരന്മാർക്ക് അല്ലെങ്കിൽ നമുക്ക് എഴുത്തുകാർക്കൊക്കെ വളരെ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. അവരുടെ പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ നല്ല ഒരു ജനപ്രീതി ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളുടെ വിജയം കൈവരിക്കുന്ന ഒരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വിദേശത്തേക്ക് വിനോദയാത്രകൾ കുടുംബസമേതം നടത്താനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇടനില നിൽക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം എന്നൊരവസ്ഥ നമുക്ക് പറയാനുണ്ട്. രാഷ്ട്രീയക്കാർക്ക് കൂടെ നിൽക്കുന്നവർ കഴിവതും ഒരു സന്തോഷത്തോടെ നിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ വാഹന വിൽപ്പന അല്പം നഷ്ടം നേരിട്ട് വന്നു വരാം. എല്ലാ ഹർജികളും നിവേദനങ്ങളും മാനിക്കപ്പെടുന്ന അവസ്ഥ കാണുന്നുണ്ട്. ജനമധ്യത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സുഹൃത്തുക്കളുമായിട്ട് രമ്യതയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിവ് ശ്രമിക്കുക. സാമ്പത്തികം കടം കൊടുക്കുമ്പോഴും കടം വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇലക്ട്രോണിക് വസ്തുക്കൾ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. എഗ്രിമെൻറ്റുകൾ അത്ര ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. മനസ്സ് നിറയെ റൊമാൻസ് ഭാവനകളൊക്കെ ഉണ്ടാവാൻ അതൊക്കെ എഴുതി അതിൽ ഒരു നല്ല പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ എഴുത്തുകാർക്ക് കാണുന്നുണ്ട്. വിദേശത്ത് നിൽക്കുന്നവർക്കായാലും നാട്ടിൽ വന്നിട്ട് പോകാനുള്ള അവസരമൊക്കെ കാണുന്നുണ്ട്. പൊതുവെ ഇവർക്ക് ഗുണകരമായിട്ടൊരവസ്ഥ കാണുന്നുണ്ട്. അടുത്ത് രേവതി നക്ഷത്രമാണ്. 25 നക്ഷത്രങ്ങൾ അവസാന നക്ഷത്രമായിട്ടുള്ള രേവതി നക്ഷത്രക്കാർക്ക് മിഴാവ് പോലെ കാണപ്പെടുന്ന 32 നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് രേവതി നക്ഷത്രത്തിനെ പറയപ്പെടുന്നത്. ഇതിൻ്റെ പൂഷാവാണ് ദേവതയായിട്ട് പറയപ്പെടുന്നത്. നക്ഷത്രക്കാർക്ക് പൊതുവെ സുന്ദരമാരും സുന്ദരികളുമായിട്ടാണ് അവർ പറയപ്പെടുന്നത്. നക്ഷത്രക്കാർക്ക് വളരെ നല്ല കാലമായിട്ട് നമുക്ക് പറയാം. ഇവർക്ക് ജന്മത്തെ ശനിയാണ് എങ്കിൽ പോലും 4 വ്യാഴം നിൽക്കുന്ന അവസ്ഥ കൊണ്ടാണ് പല തരത്തിലുള്ള സുഖങ്ങൾ അവൻ്റെ സമയം അനുസരിച്ച് മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് വളരെ ഗുണകരമായിട്ട് പറയാവുന്ന അവസ്ഥയൊക്കെ വന്നുതരും. അതുപോലെ നല്ല കാലമാണെന്ന് കരുതി നമുക്ക് ഈ സാഹസ പ്രവർത്തനങ്ങൾ കാണിക്കാതിരിക്കുക. ചെറിയ ബിസിനസ്സുകൾ ചെയ്ത് നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് അവസാനം, അതായത് വർഷാവസാനം നല്ല സമയം ആയിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. മകമാണ് വേദ നക്ഷത്രമായിട്ട് പറയപ്പെടുന്നത്. ചിത്തിര, ചോതി, വിശാഖം, മുക്കാല് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു നല്ല കാര്യത്തിന് എടുക്കാൻ പാടില്ലെന്ന് പറയപ്പെടുന്നുണ്ട്. വൃശ്ചികം, ചിങ്ങം,
മകരം, ഇടവം എന്നീ മാസങ്ങൾ വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. മഹാദേവനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ കർത്താവിന് വ്രതം എടുക്കുന്നത്, പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നത്, സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ഏറ്റവും ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് പൊതുവെ സാമ്പത്തികപരമായിട്ട് നില അത്ര ഒരു തൃപ്തികരമായിട്ട് പറയപ്പെടുന്നില്ല. വർഷ ആദ്യത്തിൽ പ്രൊമോഷൻ ലഭിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട്. കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒക്കെ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ കൂടുതൽ ദൈവിക കാര്യങ്ങൾക്കായിട്ട് സമയം കണ്ടെത്തുന്ന ഒരു അവസ്ഥ പറയപ്പെടുന്നുണ്ട്. സർക്കാർ ഇടപെടൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായി എന്ന് വരാം. പുതിയ ബിസിനസ്സിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകുന്നതായിരിക്കും. കുടുംബ ക്ഷേത്രത്തിലേക്കായിട്ട് സമയം ധനമൊക്കെ ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ഭാര്യയുമായിട്ട് കുറച്ചു കാലം പിണങ്ങി നിൽക്കുന്ന അവസ്ഥ വന്നു ചേർന്നെന്ന് വരാം. സുഹൃത്തുക്കൾ മുഖേന വഞ്ചിതരാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കടബാധ്യതകൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ ചിലപ്പോൾ സഹായം ലഭിച്ചു എന്ന് വരികയില്ല. ബാങ്ക് നിന്നും കുറച്ച് പൈസയൊക്കെ എടുക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും കുറച്ച് യാത്രകൾ നടത്തേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. എല്ലാ രംഗങ്ങളിലും ഊർജ്ജസ്വലതയും കാര്യശേഷിയും പ്രദർശിപ്പിക്കാൻ ഇവർക്കാവുന്നതായിരിക്കും. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വക്കീലന്മാർ എന്നിവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ഏറ്റെടുത്ത എല്ലാ ചുമതലകളും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. വീടിനോ വാഹനത്തിനോ ഒക്കെ റിപ്പയർ വേണ്ടി വന്നു എന്ന് വരാം. എളുപ്പത്തിൽ പല നേട്ടങ്ങളും ഉണ്ടാകുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതിലൂടെ ചില ശത്രുക്കളെ അവർ സമ്പാദിച്ചു എന്ന് വരാം. യാത്രകൾ കഴിവതും ദൂരയാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. പത്രപ്രവർത്തകർക്ക്, ഗ്രന്ഥകാരന്മാർക്കും എന്തെങ്കിലുമൊക്കെ ബഹുമതികൾ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. കിട്ടാക്കടങ്ങൾ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ല നേട്ടമുള്ള കാലമായിട്ട് പറയുന്നുണ്ട്. വ്യവഹാരങ്ങൾ വിജയം ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഇവർ പരാജയപ്പെടുത്തുന്നതായിരിക്കും. കൂടെ നിൽക്കുന്നവർ കൂടെ നിർത്താനായിട്ട് കഴിവതും ശ്രമിക്കേണ്ടതാണ്. വീട്ടിലെ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന യുവജനങ്ങൾക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹത്തിന് നല്ല സമയം തന്നെയാണ്. ചർച്ചകളിലൂടെ വലിയ വിഷമങ്ങളൊക്കെ ഇവർക്ക് പരിഹരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അന്തരിച്ച വ്യക്തികളുടെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഇവർക്ക് ലഭിച്ചു എന്ന് വരാം. ജനമധ്യത്തിൽ സ്വാധീനം വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്പെയർ പാർട്സ് ബിസിനസ്സോട് ബന്ധപ്പെടുത്തിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം. കൺസ്ട്രക്ഷൻ മേഖല നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഇവർക്കുണ്ടാവും. പിതാവിന് ശ്രേയസ്കരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. വിദേശത്തു നിന്നുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. നേരത്തെ നേടിവെച്ച പണമെടുത്ത് ചില അവസരങ്ങളിൽ കടം കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായി എന്ന് വരാം. ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവുമെങ്കിൽ പോലും അലച്ചിൽ കുറച്ച് കൂടുതലായിരിക്കും. അതുപോലെ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ഔഷധം ഒന്ന് മാറ്റി ചികിത്സിക്കുന്നതിലൂടെ വലിയ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. അതുപോലെ നഷ്ടപ്പെട്ടെന്ന് കരുതിയ പല വസ്തുക്കളും തിരിച്ചു കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ, അഗ്നി, കള്ളന്മാർ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിവാസം ചിലപ്പോൾ വേണ്ടിയാവുന്നു വരാം. അതിലൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, അത്രയേ ഉള്ളൂ. ദൂരയാത്രകൾ ചെയ്യുന്ന അവസരത്തിൽ ഒരു ഡ്രൈവറെ വല്ലതും വെച്ച് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സമ്മാനങ്ങളോ പ്രശംസകളോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അതുപോലെ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്നവർക്കായാലും അവരുടെ ആ ഒരു വ്യക്തിപ്രഭാവം ഇവർക്ക് പ്രതിഫലിക്കാൻ കഴിയുന്നതായിരിക്കും. ദൈവപ്രീതികാര കാര്യങ്ങൾക്കായിട്ട് സമയം ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. സർക്കാർ സർവീസ് നിൽക്കുന്നവർക്ക് കുറച്ച് ടെസ്റ്റ് എഴുതി വേറെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജോലി അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ഥാനക്കയറ്റം കിട്ടാനൊക്കെയുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും പൊതുജന സേവകർക്കും നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അച്ചടക്കം വേണം എന്നൊരവസ്ഥ പറയപ്പെടുന്നുണ്ട്. അതുപോലെ എഴുത്തുകാർക്ക് കിട്ടാനുള്ള റോയൽറ്റി ഒക്കെ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട്. ഹർജികളും നിവേദനങ്ങളൊക്കെ പരിഹരിക്കാൻ ഇവർക്കാവുന്നതായിരിക്കും. ജ്യോതിഷം മുതലായ ഗൂഢശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കും. ആരോഗ്യനിലയും മാനസിക നിലയും ഒരുപോലെ മുന്നോട്ട് പോകേണ്ടവൻ ശ്രമിക്കുക. പൊതുവെ ഇവർക്ക് ഈ ഒരു വർഷം വളരെ ശ്രേയസ്കരമായിട്ട് നമുക്ക് പറയാവുന്നതാണ്.